السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. رب زدنا علما نافعا. അൽഹംദുലില്ലാ നമ്മൾ ഇന്ന് സിഹ്ർ ആണ് നമ്മുടെ 10ാമത്തെ മൊഡ്യൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ കഴിഞ്ഞ 2 മൊഡ്യൂളിൽ നമ്മൾ ഇതിന്റെ കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൊഡ്യൂളും അതായത് അടുത്തത് ഇനി 11th മൊഡ്യൂൾ ഉണ്ട്. അതും അടുത്ത 2 മൊഡ്യൂളുകൾക്ക് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളുകളിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, ജിന്നുകളെ കുറിച്ചുള്ള അറിവും അവരുടെ ചില കാര്യങ്ങളും അല്ലെ, സുബ്ഹാനല്ലാഹ്, അതിന്റെ ഒരു ബേസിക് ആവശ്യമാണ്. അപ്പം ആ ക്ലാസ്സുകൾ ഇല്ലാത്തവരാരെങ്കിലും ഇന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അതിനുശേഷം പോയി കേൾക്കുക. ഇനി ഓൾറെഡി ആ ക്ലാസ് ഒക്കെ കേട്ട് മനസ്സിലാക്കി എക്സാം ഒക്കെ എഴുതിയ ആളുകളടുത്ത് സുബ്ഹാനല്ലാഹ്, നമുക്കറിയാം ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയമാണ് അല്ലെ, സിഹ്ർ, ജിന്ന് ബാധ എന്നൊക്കെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ചിലപ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യാൻ ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടാവും. നമ്മൾ തെളിവുകൾ അടക്കം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാഹ്. എന്നിട്ടും വിശ്വാസം ഇല്ലാത്തവരെ അല്ലെങ്കിൽ വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവരെ, വിശ്വസിക്കാൻ പ്രയാസമുള്ളവരുടെ അടുത്ത് ഫിത്നയാക്കരുത്. സുബ്ഹാനല്ലാഹ്, കാരണം അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ കലാം ഉപയോഗിച്ച്, ഖുർആനും സുന്നത്തും ഉപയോഗിച്ച് തെളിവായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾക്കത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും പ്രയാസമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അടുത്ത് തേടുക, ശരിയായ ഇൽമ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അതിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ തെളിവുകൾ എടുത്ത് ഫോളോ ചെയ്യുന്നവർക്ക് പ്രയാസമുണ്ടാക്കാതിരിക്കുക. ഓക്കെ, ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തന്നിട്ടുള്ള ചോയ്സ് ആണത്. നമുക്ക് ഇൽമ തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ചിന്ത ഉപയോഗിച്ച് തീരുമാനമെടുക്കാനും അതുപയോഗിച്ച് വിശ്വസിക്കാനും അമൽ ചെയ്യാനും ഉള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും അത് അവനവന്റെ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആക്കി എടുക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഈ മോഡ്യൂളിൽ സംസാരിക്കാനുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് മാജിക്, സിഹ്ർ, അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണെന്ന്, അതിലെ ജിന്നിന്റെ പങ്ക് എന്താണെന്ന്. കാരണം കഴിഞ്ഞ 2 മൊഡ്യൂളുകളിലും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ അല്ലെ, ഭാവിയെ കുറിച്ച് പ്രവചിക്കാനുള്ള അല്ലെങ്കിൽ ജ്യോതിഷം അതുപോലുള്ള കാര്യങ്ങളിൽ ജിന്നിന്റെ പങ്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോൾ, സുബ്ഹാനല്ലാഹ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ജിന്ന് ബാധയെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷനും അതിന്റെ ബാക്കി നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത മൊഡ്യൂളിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പം മാജിക് അല്ലെങ്കിൽ സിഹറിലേക്ക് പോകുന്നതിന് മുമ്പ് മാജിക് എന്ന വാക്ക് നമ്മൾ പൊതുവെ സാധാരണ മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന വാക്കാണ് മാജിക് അല്ലെ. മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ അല്ലെ, പ്രകൃതിയെ, അത് നമുക്ക് കണ്ട ഒരു അത്ഭുതം എന്ന് തോന്നാത്ത പല കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ, നമുക്ക് നമ്മളുടെ നേരിട്ട കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള, പ്രകൃതിക്ക് അതീതമായിട്ടുള്ള എന്തോ ഒരു കാര്യത്തിന്റെ ഒരു കൺട്രോൾ കാരണം സംഭവിക്കുന്ന എന്തോ, നമ്മളെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത എന്തോ, എന്താണെന്ന് നമുക്കറിയില്ല, സൂപ്പർ നാച്ചുറൽ ആണ്, പ്രകൃതിക്ക് അതീതമായിട്ടുള്ള എന്തിന്റെ ഒരു കൺട്രോൾ കാരണം നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു അമാനുഷികത അല്ലെങ്കിൽ പ്രകൃതിക്ക് അതീതമായിട്ട് എന്തൊക്കെയോ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് മലയാളത്തിലേക്ക് അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഫീലിംഗ് കൊണ്ട് അത് അറിയാം അല്ലെ. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. ചിലപ്പം ഒരു അഭിചാര പ്രവർത്തനമാകാം, എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ട്രിക്ക് ആവാം അല്ലെ, കൺകെട്ട് വിദ്യ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സയന്റിഫിക് ട്രിക്ക് ആവാം, എന്തോ ആവാം. ആ രീതിയിലുള്ള എല്ലാം മാജിക് ആണ്. മനുഷ്യന് പല രീതിയിൽ പ്രകൃതിനെ കൺട്രോൾ ചെയ്യാനും പല ഫോർമുല ഉപയോഗിച്ച്, പല മന്ത്രം ഉപയോഗിച്ച്, പല പ്രവൃത്തികൾ ഉപയോഗിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു നാച്ചുറൽ ഫിനോമിന, പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങള് അതിനെ ഒരു സയന്റിഫിക് സൈഡിലേക്ക് കൊണ്ടുവരുമ്പം അതിനെ വെസ്റ്റേൺ സൊസൈറ്റി വൈറ്റ് മാജിക് എന്ന് പറയും. അതിന്റെ പിന്നിൽ ഒരു ശാസ്ത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ പാശ്ചാത്യർ അതിന് വൈറ്റ് മാജിക് എന്ന് വിളിക്കും. അല്ലാത്തതിന് വേറെ, ഇപ്പം നമ്മൾ പറഞ്ഞു ശാസ്ത്രമല്ല, അല്ലെങ്കിൽ ശാസ്ത്രമുണ്ട്, അല്ലെങ്കിൽ ഒരു വിശദീകരണമുണ്ട്, അല്ലെങ്കിൽ ഒരു ട്രിക്ക് അതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വൈറ്റ് മാജിക് എന്നും, അല്ലാത്തതിനൊക്കെ ബ്ലാക്ക് മാജിക് എന്ന് വിളിക്കും. അതായത് സൂപ്പർ പവർ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത ഭൂത പ്രേത പിശാച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പം അവരതിനെ ബ്ലാക്ക് മാജിക് എന്ന് വിളിക്കും. അതുകൊണ്ട് തന്നെ ദുർമന്ത്രവാദം, ഡിവിനേഷൻ, അതുപോലത്തെ കുറെ കാര്യങ്ങളെല്ലാം അവർ ബ്ലാക്ക് മാജിക്കിന്റെ കീഴിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇസ്ലാമിലേക്ക് വരുമ്പം
മാജിക് അല്ലെങ്കിൽ സെഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറബിയിൽ ഈ സിഹർ എന്ന് പറയുന്ന വാക്കിന് അങ്ങനെ വൈറ്റ് ബ്ലാക്ക് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. സയൻസ് നോൺ സയൻസ് എന്ന് പറയുന്നതിലുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല. എല്ലാം സിഹറാണ്. ഓക്കെ, എല്ലാം സിഹറാണ്. മറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ടുള്ള എന്തൊരു കാര്യവും എന്ത് ശക്തി മൂലം ഉണ്ടാകുന്നത്, അത് നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റാത്ത, ഓക്കെ, നമുക്കത് ഇന്നത് കൊണ്ടാണ് നടക്കുന്നത് എന്ന് പറയാൻ പറ്റാത്ത അങ്ങനെയുള്ള ഒരു ശക്തി കൊണ്ട് ഉണ്ടാകുന്ന ഏത് അമാനുഷികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് അതീതമായിട്ടുള്ള ഒരു കാര്യവും, പ്രകൃതി എന്ന് ഞാൻ പറയുമ്പോൾ നാച്ചുറൽ എന്നുള്ള അർത്ഥത്തിലാണ്. നമുക്ക് അതായത് നമുക്ക് കണ്ണുകൊണ്ട് അങ്ങനെ സംഭവിക്കുമല്ലോ അല്ലെ. ഇപ്പൊ മഴ പെയ്യുമ്പോൾ നമുക്കറിയാം അത് അള്ള ഉണ്ടാക്കുന്നതാണ്. അതുപോലെയുള്ള കാര്യങ്ങളാണ് പ്രകൃതിയാൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഓക്കെ അത് ഇന്നത് കൊണ്ടാണ് നമുക്ക് അറിയാവുന്നത്. എന്നാൽ ചിലതൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് അറിയാത്ത. അപ്പം ഒരു മനുഷ്യൻ ഇങ്ങനെ എയറിൽ നടക്കുക എന്ന് വെച്ചോ, അല്ലെങ്കിൽ കടലിന്റെ മുകളിൽ നടക്കുക, അതൊക്കെ നാച്ചുറൽ അല്ല അല്ലെ, അതൊക്കെ പ്രകൃതിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അത്തരത്തിലുള്ള എന്തൊരു കാര്യവും ഇസ്ലാമില് സിഹ്റാണ്. അതായത് മറഞ്ഞിരിക്കുന്നതോ സൂക്ഷ്മമായതോ ആയ ശക്തികൾ മൂലമുണ്ടാകുന്നത് എന്നാണ് സിഹ്ർ എന്ന വാക്കിന്റെ അറബിയിലുള്ള അർത്ഥം. ഒരു ഉദാഹരണത്തിന് സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും അബുദാവുദിലും തിർമിദിയിലും ഒക്കെ വന്നിട്ടുള്ള ഒരു ഹദീസാണ്, ഇന്ന മിനൽ ബയാനി ലസിഹ്റൻ ഔ അല്ലെങ്കിൽ ഇന്ന ബഅദൽ ബയാനി ലസിഹ്റൻ, രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വിശദീകരണത്തിൽ ഒരു വശീകരണമുണ്ട്, സെഹർ ഉണ്ട്. അത് ചില സംസാരങ്ങൾ നമുക്കറിയാം അല്ലെ. സുബ്ഹാനല്ലാഹ്, ഇന്ന് ലോകത്ത് മുഴുവനും നമ്മുടെയൊക്കെ ഇടയിലും നടക്കുന്നുണ്ട്. വളരെ എലക്വന്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അവര് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരി തെറ്റായിട്ടും തെറ്റ് ശരിയായിട്ടും തോന്നും. സുബ്ഹാനല്ലാഹ്, ശരിക്കും അങ്ങനെയുള്ള ഒരു ലോകമായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പം ഇതുപോലെ അല്ലെ. ഒരു പക്ഷെ നമ്മളുടെ തൊട്ട് മുമ്പേ ഉള്ള സമൂഹം, നമ്മളുടെ മാതാപിതാക്കൾ പൂർവ്വപിതാക്കൾ അടങ്ങിയിരിക്കുന്ന അവർക്ക് ഇത്രയും അധികം ഇൽമിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അവർക്ക് അമല് ചെയ്യാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. അവരല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നന്മ ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു. പക്ഷെ നമുക്ക് ഇപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും ഇതുപോലെ സെഹറായിട്ട് സംസാരിക്കുന്ന കുറെ ആളുകളുണ്ട്. ശരിയെ തെറ്റായിട്ടും തെറ്റിനെ ശരിയാക്കിയിട്ടും തോന്നിപ്പിക്കുന്ന അല്ലെ. നമ്മുടെ മക്കളൊക്കെ സുബ്ഹാനല്ലാഹ് അങ്ങനെയുള്ള ഒരു ജനറേഷനിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പൊ നിരീശ്വരവാദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതിലൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകും. അപ്പം അത്തരത്തിൽ ഒരു കാരിസ്മ, ഒരു എന്താ പറയാ, ഒരു അട്രാക്റ്റീവ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളുടെ സംസാരത്തിൽ പോലും എന്തുണ്ട്, സിഹ്ർ ഉണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. അപ്പം അതിന്റെ ഉള്ളിൽ പോലും എന്താ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തോ ഒരു എലമെന്റ്, സൂക്ഷ്മമായ ഒരു എലമെന്റ് അവിടെയും ഉണ്ട്. അതുപോലെ നമ്മൾ രാവിലെ നോമ്പിന് രാവിലെ കഴിക്കുന്ന അത്താഴത്തിന് സഹൂർ എന്ന് പറയാറുണ്ട് അല്ലെ. സഹൂർ എന്ന് പറയുന്നത് ഇതേ റൂട്ടിൽ നിന്ന് വന്നിട്ടുള്ള വാക്കാണ്. കാരണം അത് ഒരു ഇരുട്ടിലാണ്, മറവിലാണ് അല്ലെ. ആ സംഭവം സഹൂർ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ടാണ് അതിന് സഹൂർ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇനി മാജിക്കിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മുടെ ഇന്നത്തെ സമൂഹത്തില് പോസ്റ്റ് മോഡേൺ കൾച്ചറിൽ അങ്ങനെയൊന്നും ഇല്ല, സിഹ്ർ എന്നൊന്നും ഇല്ല. ഞാൻ മുസ്ലിങ്ങളിലേക്ക് വന്നിട്ടില്ല. പൊതുവെ മനുഷ്യന്മാര് പ്രേതം, ഭൂതം, പിശാജ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടമുള്ളവരാണ് അധികം ആളുകളും. സുബ്ഹാനല്ലാഹ്. ഇനി അഥവാ വല്ല ഇതുപോലത്തെ സിഹറിന്റെ കഥകളോ മാജിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത സംഭവങ്ങളോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ എന്താ, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്. മനുഷ്യന്മാർക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇന്നത്തെ കാലത്തുണ്ട്. മാനസികമായ പ്രശ്നം പീക്കായിട്ട് അതുപോലെയുള്ള എന്താ പറയാ രീതിയിൽ പ്രവർത്തിക്കുന്നതൊക്കെ നമ്മളെ ചുറ്റുപാടുണ്ട്, ശരി തന്നെ. പക്ഷെ അങ്ങനെയുള്ള എല്ലാത്തിനെയും സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് അല്ലെങ്കിൽ ഹിസ്റ്റീരിയ ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു പ്രവണത ഇന്ന് പൊതുവേ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, ഇനി അഥവാ സിഹ്ർ ഉണ്ടെങ്കിൽ തന്നെ അത് അതിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അതിനെ ബാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു പ്രവണതയുണ്ട്. ഇത്തരത്തിലുള്ള പലതും എന്താണ്, വെറുതെ എന്താണ് വ്യാജമായ പ്രചരണങ്ങളാണ്, അല്ലെങ്കിൽ അത് വെറുതെ ഒരു ഇല്യൂഷൻ ആണ്, തോന്നലാണ്, ട്രിക്കാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തി അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം നമ്മൾ കഴിഞ്ഞതിന് മുമ്പത്തെ, അതായത് കഴിഞ്ഞ 2 മൊഡ്യൂളിന് മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ, ഏലസ്, ഉറുക്ക്, ശകുനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഏലസിന്റെയും ഉറുക്കിന്റെയും ഒക്കെ അതുകൊണ്ട് ഉണ്ടാകുന്ന ഇഫക്റ്റിന് ഇസ്ലാം കംപ്ലീറ്റ് ഡിനൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല എന്നല്ലേ നമ്മൾ ആ സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആ സീരീസിൽ മൊത്തത്തിൽ ആകെ ഉള്ള ഒരു കാര്യം ഫഅൽ എന്ന് പറയുന്ന നല്ല ശകുനം, നല്ല സംസാരമാവുന്ന നല്ല ശകുനം മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കി എല്ലാത്തിനെയും ഇസ്ലാം കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്തതാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജ്യോതിഷം പഠിച്ചപ്പം അതിനകത്ത് ഒരു ഭാഗം
അല്ലെ, നക്ഷത്രങ്ങളുടെ വഴി കാണിക്കുന്ന ഒരു ഭാഗം, അതിനകത്തൊരു സത്യമുണ്ട്. നമ്മൾ അങ്ങനെ ഓരോന്നിലും നമ്മൾ എന്താ ശരി എന്താ തെറ്റ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മാറ്റി നിർത്തി ഏതാ ശരി ഏതാ തെറ്റെന്ന്. അപ്പം ഈ ഏലസൂർക്ക് സംഭവം അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള ഇഫക്റ്റിനെ ഇസ്ലാം കംപ്ലീറ്റ് നിഷേധിക്കുന്നുണ്ടെങ്കിലും ഈ സിഹറിന്റെ ചില ആസ്പെക്ട്സ് യാഥാർത്ഥ്യമാണെന്ന് ഇസ്ലാം ഉറപ്പിക്കുന്നുണ്ട്. അതിന് തെളിവുകളും ഉണ്ട്. ഓക്കെ, നമ്മൾ ചുറ്റുപാടുമുള്ള പല പല മാജിക്കുകളും, ഇന്ന് നടക്കുന്ന പല മാജിക്കുകളും ചിലതൊക്കെ വെറും ട്രിക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ചില ഡിവൈസസ് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് നടത്തുന്ന ചില സൂത്രപ്പണികൾ അല്ലെങ്കിൽ സയന്റിഫിക് സത്യങ്ങളായിരിക്കാം. എന്നാലും നമ്മൾ കഴിഞ്ഞ ജ്യോതിഷത്തിലും ഭാവി പ്രവചനത്തിലും ഒക്കെ കണ്ടതുപോലെ ഒരു എലമെന്റ്, ഒരു വിഭാഗം ആളുകള് ഈ പറഞ്ഞ സിഹർ യഥാർത്ഥത്തിൽ ജിന്നുകളുടെ, അതായത് ഷയാത്തീന്റെ സഹായത്തോടു കൂടി, നമ്മൾ പറഞ്ഞിരുന്നില്ലേ അവരുടെ ആ ഒരു കോൺട്രാക്ട് ആ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അവര് കൊടുത്തു വാങ്ങുകയാണ് അല്ലെ, അവര് ജിന്നുകളെ ആളുകളൊക്കെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് സഹായം തേടിയിട്ട് അവരെന്ത് ചെയ്യുക, ഈ ജിന്നുകളുടെ ചില കഴിവുകൾ ഉപയോഗപ്പെടുത്തി പൈസ ഉണ്ടാക്കുകയാണ് ബേസിക്കലി ഇതിന്റെയൊക്കെ പിന്നിൽ. നമുക്കറിയാം നമ്മുടെ കേരളവും ഒട്ടും മോശമല്ല ഈ കാര്യത്തിൽ. നമ്മുടെ ചുറ്റുപാട് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് ഇപ്പം, വളരെ അല്ലെ സുബ്ഹാനല്ലാഹ്. കുറച്ച് നാളായിട്ട് വടക്കൻ കേരളത്തിൽ ഈ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് ഉണ്ട് സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ഒരു വിഭാഗം ആളുകൾ യഥാർത്ഥത്തിലുള്ള സിഹർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ജിന്നിന്റെ സഹായത്തോടു കൂടിയാണ് താനും. അപ്പൊ ജിന്നുകളെ കുറിച്ചും അവയുടെ കഴിവുകളെ കുറിച്ചും പറയുന്നതിന് മുമ്പ് നമുക്ക് സിഹർ ഉണ്ട് എന്ന് പറയുമ്പോൾ തെളിവ് വേണം. നമുക്ക് വെറുതെ അങ്ങോട്ട് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും തെളിവുകൾ വേണം. ഇസ്ലാം ഇതിന് യാഥാർത്ഥ്യമുണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു രീതിയിലുള്ള തെളിവുണ്ടോ എന്ന് നോക്കാതെ അല്ലെ, കാരണം നമുക്ക് വെറുതെ എന്ത് സിഹർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മുടെ ദീനിൽ എന്ത് കാര്യത്തിനും നമുക്ക് തെളിവാണ് വേണ്ടത്. അപ്പൊ തെളിവ് നോക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല. അപ്പൊ നമുക്ക് എന്താണ് ഈ കാര്യത്തിൽ ഖുർആനും സുന്നത്തും പറയുന്നതെന്ന് നോക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഒരുപക്ഷെ തഫ്സീർ പഠിച്ച ആളുകളാണെങ്കിൽ സൂറത്ത് ബഖറയിലെ 101, 102 ആയത്തുകൾ നമ്മൾ കണ്ടതാ അല്ലെ. 101-ാമത്തെ ആയത്ത് വലമ്മ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും നബദ ഫരീഖും മിനൽ ലദീന ഊതുൽ കിതാബല്ലാഹി വറാഅ ദുഹൂരിഹിം കഅന്നഹും ലാ യഅലമൂൻ. അവരുടെ പക്കലുള്ള വേദത്തെ ശരിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു ദൂതൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ ആ വേദക്കാരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ യാതൊരു പരിചയമില്ലാത്തവരെ പോലെ പുറകോട്ട് വലിച്ചെറിയുകയാണ് ചെയ്തത്. അപ്പം സൂറത്ത് ബഖറയില് ജൂതന്മാരുടെ അല്ലെ, ബനു ഇസ്രായേലിന്റെ അവരുടെ നിഫാഖിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, അവരിലേക്ക് അയച്ച പ്രവാചകന്മാർ, അവരിലേക്ക് അയച്ച ഗ്രന്ഥങ്ങളുടെ കാര്യത്തിൽ അവർ കാണിച്ച നിഫാഖിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം അള്ളാഹു അവര് കണ്ടുപിടിച്ച അല്ലെങ്കിൽ അവർ പ്രാക്ടീസ് ചെയ്ത ഒരു കളവ്, ആ കളവ് അവർ ആരുടെ മേലാണ് ആരോപിക്കുന്നത്? സുലൈമാൻ അലൈഹിസ്സലാമിന്റെ മേലിൽ ആരോപിച്ചിട്ടുള്ള ഒരു കളവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് സൂറത്ത് ബഖറയിൽ അടുത്ത ആയത്തിൽ, അതായത് 102-ാമത്തെ ആയത്ത്. സുലൈമാൻ. ഇതിന്റെ ആയത്തും അർത്ഥവും കൂടെ ഒരു ഇതിന് സ്ലൈഡിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടതാണ്. ഇപ്പൊ ആയത്ത് ഓതിയിട്ട് പോകാം, അർത്ഥം നമുക്ക് വിശദീകരിക്കാം. അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാനു വലാകിന്ന الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. എന്താ പറയുന്നത്? സുലൈമാൻ നബിയുടെ രാജവാഴ്ചയുടെ പേരിൽ, അതിന്റെ രഹസ്യം എന്ന പേരിൽ പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് അവർ, അതായത് ബനു ഇസ്രായേൽ പിൻപറ്റുകയും ചെയ്തു. സുലൈമാൻ നബി ദൈവനിഷേധം കാണിച്ചിട്ടില്ല, എന്നാൽ ജനങ്ങൾക്ക് മാന്ത്രിക വിദ്യ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് ദൈവനിഷേധത്തിൽ ഏർപ്പെട്ടത്. ബാബിലോണിൽ ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 ബാലാഖമാർക്ക് ലഭിച്ചതിനെയും പറ്റി പിശാചുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ പിന്തുടർന്നു. എന്നാൽ ഹാറൂത്തും മാറൂത്തും ഏതൊരാൾക്ക് പഠിപ്പിക്കുമ്പോഴും ഞങ്ങളുടേത് ഒരു പരീക്ഷണം മാത്രമാകുന്നു, അതിനാൽ ഇതുപയോഗിച്ച് ദൈവനിഷേധത്തിൽ ഏർപ്പെടരുത് എന്ന് അവർ പറഞ്ഞു കൊടുക്കാതിരുന്നിട്ടില്ല. അങ്ങനെ അവരിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുവാനുള്ള തന്ത്രങ്ങൾ ജനങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അതുകൊണ്ട് യാതൊരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ അവർക്ക് കഴിയില്ല.
അവർക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്നതും ഒരു പ്രയോജനവും ചെയ്യാത്തതുമായ കാര്യമാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ വിദ്യ ആർ വാങ്ങി കൈവശപ്പെടുത്തിയോ അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടാവില്ലെന്ന് അവർ ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആത്മാവുകളെ വിറ്റ് അവർ വാങ്ങിയ വില വളരെ ചീത്ത തന്നെ അവർക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇത് നമ്മൾ വിശദമായിട്ട് പഠിച്ചൊരു ആയത്താണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ലെസണാണ്, എന്താണ് മനസ്സിലാക്കാനുള്ളത് നോക്കാം. ജൂതന്മാര് ഇത്തരത്തിലുള്ള ഒരു മാന്ത്രിക വിദ്യ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് കബല എന്നാണ് പറയാം. ഓക്കെ, കബല. അത് വളരെ ഗൂഢമായിട്ടുള്ള ചില സൂത്രങ്ങള് അവരിൽ ചിലർ മാത്രം പഠിച്ച് അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് അവര് പറഞ്ഞത് അത് അവര് സുലൈമാൻ അലൈഹിസ്സലാമിൽ നിന്ന് പഠിച്ചെടുത്തതാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, സുലൈമാൻ അലൈഹിസ്സലാമിൽ നിന്ന് പഠിച്ചെടുത്തതാണെന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അതിന്റെ ആ ഒരു എന്താ പറയാ അതോറിറ്റിയിലെ സുലൈമാൻ അലൈഹിസ്സലാമിൽ നിന്ന് പഠിച്ചെടുത്തതായതുകൊണ്ട് ഇത് സ്വീകാര്യമാണെന്നുള്ള രീതിയിലാണ് അവര് ഇതിനെ പറഞ്ഞും പഠിച്ചും പ്രചരിപ്പിച്ചും കൊണ്ടിരുന്നത്. അതും അവര് അതിനു മുമ്പ് തൊട്ടു മുമ്പ് എന്താ ചെയ്തത്, അള്ളാഹു സുബ്ഹാന തആലയുടെ കലാമുകൾ അല്ലെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ ഉള്ള ഗ്രന്ഥങ്ങൾ അവരിലേക്ക് ഇറങ്ങിയപ്പം, തൗറാത്ത് പോലുള്ള ഗ്രന്ഥങ്ങൾ അവരിലേക്ക് ഇറങ്ങിയപ്പം അതിനെ അവര് പിന്നോട്ട് അല്ലെ, നമ്മൾ തൊട്ടു മുമ്പുള്ള കേട്ടത് അതാണ്, ബുഹൂരിഹിം, അതിനെ അവരുടെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞ് അവരിലുള്ള പ്രവാചകനെയും അവര് വലിച്ചെറിഞ്ഞിട്ട് അവരെന്താ പ്രാക്ടീസ് ചെയ്യുന്നത്, സുലൈമാൻ അലൈഹിസ്സലാം പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള ചില സൂത്രങ്ങളാണ് അവര് ചില സെഹർ വിദ്യകൾ അല്ലെങ്കിൽ മാജിക്കൽ ഫോർമുലാസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഇത് സുലൈമാൻ അലൈഹിസ്സലാം അല്ല, അവരെ ആരാ പഠിപ്പിച്ചത്, പിശാചുക്കളാണ് പഠിപ്പിച്ചത്. അപ്രകാരം പിശാചുക്കൾ ഈ കാര്യം ചെയ്യുമ്പോൾ പിശാചുക്കൾ ഓൾറെഡി, അതായത് അവരെ പഠിപ്പിച്ച പിശാചുക്കള് ഓൾറെഡി എന്താണ്, അവിശ്വാസം എന്താണ് ഇവിടെ ഇതിനകത്ത് അതേപോലെ പറയുന്നുണ്ട് അല്ലെ, സുലൈമാൻ നബി ദൈവനിഷേധം കാണിച്ചിട്ടില്ല, എന്നാൽ ജനങ്ങൾക്ക് മാന്ത്രിക വിദ്യ പഠിപ്പിച്ചുകൊണ്ട് പിശാചുക്കളാണ് ദൈവനിഷേധത്തിൽ ഏർപ്പെട്ടത്. അപ്പൊ ഈ പിശാചുക്കൾ ഓൾറെഡി ദൈവനിഷേധത്തില് കുഫറിൽ ഏർപ്പെട്ടുകൊണ്ടാണ് അവർക്കിത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്രകാരം ഇവര് മന്ത്രവാദവും അല്ലെ ജ്യോതിഷവും ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തിൽപ്പെട്ട സെഹറുകളും ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടായി. അത് എവിടെന്നാണ് ഈ ഒരു ഏകദേശം അവരുടെയും കുറെ മുമ്പുള്ള പുരാതന കാലത്ത് ബാബിലോണിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഹാറൂത്ത് മാറൂത്ത് എന്ന് പറഞ്ഞ 2 മലായിക്കത്ത്, അത് ആ ജനതയ്ക്ക് പരീക്ഷണമായിട്ട് ഇറക്കിയിട്ടുള്ള മലായിക്കത്താണ് ഈ ഹാറൂത്തും മാറൂത്തും അല്ലെ. അവരിത് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും അവര് പറയാറുണ്ട്, നിങ്ങൾ ഇത് ഉപയോഗിച്ച് എന്താക്കരുത്, കുഫറിൽ ഏർപ്പെടരുത്, ഇത് നിങ്ങൾക്ക് ഞാനൊരു പരീക്ഷണമായിട്ട് മാത്രം പഠിപ്പിക്കുന്നതാണ്. പക്ഷേ അവരെന്താ ചെയ്ത്, അവരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥമായ അവരുടെ ഗ്രന്ഥങ്ങളായ തൗറാത്തും ഇഞ്ചീലും ഒക്കെ പിന്നോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഈ നിങ്ങൾക്ക് പരീക്ഷണമായിട്ട് ഞാൻ പഠിപ്പിച്ചു തരുന്നതെന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച കാര്യത്തിനെ അല്ലെ, അത് ആണ് അവർ ഏറ്റുപിടിച്ചത്. ഏറ്റുപിടിച്ചതും പോരാഞ്ഞിട്ട് അവരത് സുലൈമാൻ അലൈഹിസ്സലാം പഠിപ്പിച്ചതാണെന്ന് പറയുകയും ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അപ്രകാരം ഇത് ഉപയോഗിച്ചിട്ട് അവരെങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് വിവാഹങ്ങൾ നശിപ്പിക്കുന്നത് എന്നൊക്കെ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെ അവര് വിചാരിച്ചു ഇത് ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും അവർക്ക് ഉപദ്രവം വരുത്താൻ പറ്റുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എന്ത്, അള്ളയാണ് തീരുമാനിക്കുന്നത് ഇതുകൊണ്ട് ആർക്കാണ് റിസൾട്ട് ഉണ്ടാവാന്ന് അല്ലെ. വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, എന്നാൽ അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അതുകൊണ്ട് യാതൊരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇവരീ പഠിച്ചു വെച്ച ഈ ഒരു തന്ത്രം അല്ലെ, അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. മാത്രമല്ല അത് അവരെ തന്നെ ഉപദ്രവിക്കാണ് അതുകൊണ്ട് ചെയ്യുന്നത്. അതും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അല്ലെ, വയതഅല്ലമൂന മാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്നതും ഒരു പ്രയോജനവും ചെയ്യാത്തതുമായ കാര്യമാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. കാരണം ഇത് ചെയ്യണമെങ്കിൽ അവരെന്ത് ചെയ്യണം, കുഫ്ർ ചെയ്തിട്ട് വേണം ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അത് അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഇല്ല എന്നാ പറയുന്നത്. അതായത് പരലോകത്ത് എന്തെങ്കിലും വിഹിതം ഉണ്ടാവാന്ന് പറയുന്നത് നമുക്ക് ഒരിത്തിരിയെങ്കിലും സ്വർഗത്തിൽ ഒരു സമയം ഉണ്ടാവാന്നുള്ളത് അല്ലെ. അപ്പൊ അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഇല്ല എന്ന് പറഞ്ഞാൽ അവര് പെർമനന്റ്ലി നരകത്തിന്റെ ആളുകളാണ്. വലഖദ് അലിമു ലമൻ ഇശ്തറാഹു മാലഹു, അവർ ആ വിദ്യ അതായത് ആ വിദ്യ ആർ വാങ്ങി കൈവശപ്പെടുത്തിയോ അവർക്ക് മാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടാവില്ലെന്ന് അവർ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവർക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയായിരുന്നു ഇത് ചെയ്തവര് പരലോകത്ത് യാതൊരു അറിവ്
ഷെയറും ഇല്ല, പരലോകമേ അവർക്ക് പ്രതീക്ഷയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ചെയ്തതാണ്. ഇത് പറയാൻ വേറൊരു കാരണമുണ്ട്. സുബ്ഹാനല്ലാഹ്, അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ തന്നെ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് നോക്കാം, ഈ ഒരു സ്ലൈഡ്. ഇതൊന്നും നിങ്ങൾ പഠിക്കൊന്നും വേണ്ട കേട്ടോ. ഇത് തൗറാത്തിൽ ഇപ്പോഴും, അതായത് അവര് ഒരുപാട് കളഞ്ഞ് മാറ്റി തിരുത്തലുകളൊക്കെ ചെയ്തതിന് ശേഷം ഇപ്പോഴും തൗറാത്തിൽ അവശേഷിക്കുന്ന ചില ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ബൈബിളിലെ പഴയ ഓൾഡ് ടെസ്റ്റമെന്റ്, ഓക്കെ, പഴയ നിയമം. പഴയ നിയമം എന്ന് പറയുന്നത് തൗറാത്താണ്. ബൈബിളിന്റെ പഴയ നിയമം എന്ന് പറയുന്നത് തൗറാത്തും, പുതിയ നിയമം എന്ന് പറയുന്നത് ഇഞ്ചീലുമാണ്. അപ്പൊ പഴയ നിയമത്തില് ഡ്യൂട്രോണമി, അതായത് ആവർത്തന പുസ്തകത്തില് 18-ാം അധ്യായത്തിൽ 9 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ് ഇതിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് അവര് ഇത്രയും കട്ട് ചെയ്തതിന് ശേഷവും അവരുടെ ഗ്രന്ഥത്തിൽ അവശേഷിക്കുന്ന ചില വചനങ്ങളാണ്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. തന്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവൻ, പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരകൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവൻ, അഞ്ജനക്കാരൻ, ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. തൗറാത്ത് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് അവർക്ക്. ഈ കാര്യങ്ങൾ ചെയ്യുന്നവനെല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു. ഇങ്ങനെയുള്ള മ്ലേച്ഛതകൾ നിമിത്തം നിന്റെ ദൈവമായ യഹോവ അവരെ നിന്റെ മുന്നിൽ നിന്ന് നീക്കിക്കളയുന്നു. പക്ഷേ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത് ഇത്ര വൃത്തിക്ക് പറഞ്ഞിട്ടും അവരത് യാതൊരു രീതിയിലുള്ള ശ്രദ്ധയും കൊടുക്കാതെ ഈ കാര്യം പഠിച്ചുകൊണ്ടേയിരുന്നു. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, തൗറാത്തിൽ ഇങ്ങനെയും ഒരു വചനം ഉണ്ടായിരുന്നു. അത് അവരിപ്പം കട്ട് ചെയ്തതിൽ നിന്ന് നഷ്ടപ്പെട്ടതായിരിക്കാം. ആര് ഇതുപോലെയുള്ള സെഹ്റ പോലെയുള്ള പ്രവർത്തനങ്ങളിൽ, മന്ത്രജാല വിദ്യകളിൽ പങ്കെടുക്കുന്നുവോ അവർക്ക് പെർമനന്റ് ആയിട്ടുള്ള നിത്യ നരകമാണ് അവർക്കുള്ള ശിക്ഷ. അവർക്ക് സ്വർഗത്തിൽ നിന്നുള്ള ഒരു തരത്തിലുള്ള പ്രതിഫലവും അവരിലേക്ക് എത്തുകയില്ല എന്നുകൂടെ തൗറാത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് അവര് റിമൂവ് ചെയ്ത കൂട്ടത്തിൽ പോയതാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മേലെ പറഞ്ഞ ആയത്ത് ശരിക്കും അവരുടെ മേലെ ഒരു സഹതാപം പറഞ്ഞുകൊണ്ടാണ്, അല്ലെ, അവരുടെ സാഹചര്യം എന്തൊരു മോശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ ഒരു ആയത്തിനെ ക്ലോസ് ചെയ്യുന്നത്. വലബിഅസമാ ശറൗ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ. അവരുടെ ആത്മാവുകളെ സ്വന്തത്തിനെ വിറ്റതാണ്, അല്ലെ, ബിഹി അൻഫുസഹും, അവർ സ്വന്തത്തിനെ വിറ്റിട്ട് വാങ്ങിയ ഈ കച്ചവടം വളരെ ചീത്ത തന്നെ. വലബിഅസ്, വളരെ ചീത്ത തന്നെ. ലൗ കാനൂ യഅലമൂൻ, അവർക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ. അവർക്ക് അറിയായിരുന്നു, അല്ലെ, അതിന്റെ തൊട്ടുമ്പോ അള്ളാഹ് പറഞ്ഞു അവർക്ക് അറിയായിരുന്നു, പക്ഷെ വിവരമില്ല. നമുക്കറിയാലേ, അറിവും വിവരവും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന്. അവർക്ക് അറിയാവുന്ന ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിൽ തൗറാത്തിൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടു, പക്ഷെ അവര് ചിന്തിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ജൂതന്മാര് അല്ലെങ്കിൽ ബനൂ ഇസ്രായേൽ ഇതിന്റെ ശിക്ഷ അവരുടെ അടുത്ത എന്താണ് പരലോകത്തുള്ള അവര് ശിക്ഷയെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നെങ്കിൽ അവർ ഇതുപോലെയുള്ള ചീപ്പ് കാര്യങ്ങൾ ചെയ്തിട്ട് അവർ സ്വന്തത്തിനെ നഷ്ടപ്പെടുത്തൂലായിരുന്നു, അല്ലെ, ഈ ചെറിയ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട്. അപ്പം സൂറത്തുൽ ബഖറയിലെ ഈ ഒരു ആയത്ത്, 102-ാമത്തെ ആയത്ത്, സെഹ്ർ ഹറാമാണെന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വലഖദ് അലിമു ലമൻ ഇശ്തറാഹു മാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആ വിദ്യ ആർ വാങ്ങി കൈവശപ്പെടുത്തിയോ അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടായില്ലെന്ന് അവർ ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം പെർമനന്റ് ആയിട്ടുള്ള ഒരു നരകം എന്ന് പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഹറാം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്, അല്ലെ, കുഫ്ർ ചെയ്യുന്നവർക്ക് മാത്രമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. കാരണം ഇതിനകത്ത് ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് വഴി ആരാണ് ആ ശയാത്തീൻ, ആരാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? അവരാണ് കുഫ്ർ ചെയ്തത്. സുലൈമാൻ അലൈഹിസ്സലാം കുഫ്ർ ചെയ്തിട്ടില്ല, അല്ലെ. അപ്പം അവർ കുഫ്ർ ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നിത്യ നരകമാണ് അവർക്കുള്ള ശിക്ഷ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, ഇത് ഇതിനകത്ത് പറയുന്നുണ്ട്, വലഖദ് അലിമു ലമൻ ഇശ്തറാഹു മാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. ആര് ഇതിനെ വാങ്ങി കൈവശപ്പെടുത്തി, അപ്പൊ ആരെന്നെയാണെങ്കിലും അത് വാങ്ങി പഠിച്ച് പ്രവർത്തിച്ച് കഴിഞ്ഞാല് അവർക്ക് ഒരു ഷെയറും ഇല്ലാന്ന്, അല്ലെ. വെറുതെ അതിന്റെ അറിവിന്റെ പിന്നാലെ പോകുന്നവർക്കും. സുബ്ഹാനല്ലാഹ്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നത്തെ കാലത്തിലെ മാജിക് എന്ന് പറയുന്ന ഈവൻ ലൈറ്റസ്റ്റ് ഓഫ് ദി മാജിക് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാനും കാണാനും നമ്മൾ വിടുന്നുണ്ടെങ്കിൽ പോലും അത് അറിഞ്ഞോ അറിയാതെ കുഫറിലേക്ക് എത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മൾ സിലിയാക്കി ആരെങ്കിലും എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറുക. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനത്തെ മാജിക് പോലും നമുക്ക് വേണ്ട. കാരണം ഇസ്ലാമിലെല്ലാം സെഹ്റാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അതിന്റെ അറിവ് നേടാൻ പോലും പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, വേറെ ഷെയർ ഒന്നുമില്ല പരലോകത്ത്. ഒരു പരലോകത്ത് നിന്ന് ഒന്നും കിട്ടാനില്ല. ഒരു പെർമനന്റ് നരകത്തിന്റെ ആളുകളാണ്. മാത്രമല്ല, ഈ ബാബിലോണിൽ വന്ന ഹാറൂത്ത് മാറൂത്ത് അവര് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെ, എന്താണ്, ഒമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ. എന്താ അവരിത് പറയുന്നത് വരെ. എന്നാൽ ഹാറൂത്തും മാറൂത്തും ഏതൊരാൾക്ക് പഠിപ്പിക്കുമ്പോഴും ഞങ്ങളുടേത് ഒരു പരീക്ഷണം മാത്രമാകുന്നു, അതിനാൽ ഇത് ഉപയോഗിച്ച്
ഫലാ തക്ഫുർ, ദൈവനിഷേധത്തിൽ ഏർപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏർപ്പെടരുത് എന്ന് അവർ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അവർ ഇത് പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെ. അപ്പം ക്ലിയർ ആയിട്ട് അതെന്താണ്, കുഫ്റാണ് ഇത് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല അതിനു മുമ്പ് വീണ്ടും പറഞ്ഞിട്ട് വമാ കഫറ സുലൈമാനു വലാക്കിന ഷയാത്തീന കഫറ. അപ്പൊ ഇത് കുഫ്റാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു ആയത്ത് 101, 102 ആയത്ത് അല്ലെങ്കിൽ 102ാമത്തെ ആയത്ത് സ്പെസിഫിക്കലി അതിനകത്ത് സിഹ്ർ പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഒന്നാണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് അല്ലെ. അതായത് സിഹ്ർ പഠിക്കാനും പറ്റും പഠിപ്പിക്കാനും പറ്റുന്ന ഒരു കാര്യമാണെന്ന് ആയത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് പഠിപ്പിക്കുന്നവൻ കാഫിർ ആണെന്നും അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് അല്ലെ. ഈ ആയത്തിന്റെ ഓരോരോ പീസ് എടുത്ത് നോക്കിയാലും അതിനകത്ത് നമുക്ക് കുറെ ഉൾക്കൊള്ളാനുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല യാഥാർത്ഥ്യമില്ലാത്ത ഒന്നിനെ കുറിച്ച് അത് പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്നതാണെന്ന് പറയൂല അല്ലെ. റിയൽ അല്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് അള്ളാഹ് വെറുതെ പറയോ? അങ്ങനെ സംഭവം ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അത് പഠിക്കാൻ പഠിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആൻ വഴി നമ്മളോട് പറയോ? ഇല്ല. അപ്പം ഇതൊരു യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. മാത്രമല്ല സിഹ്ർ മുഖേന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അവരെ ബന്ധം വേർപ്പെടുത്താനും അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കഴിയുമെന്ന് ഈ ഒരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇതൊക്കെയും അള്ളാഹുവിന്റെ അനുമതി കൂടാതെ യാഥാർത്ഥ്യമാകൂലെന്നും അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ സിഹ്ർ ചെയ്യുന്നത് മുഖേനയുള്ള ഇഫക്റ്റുകൾ യാഥാർത്ഥ്യമാകും എന്ന് ഈ ഒരു ആയത്തിൽ ക്ലിയർ ആണ്. യാഥാർത്ഥ്യമില്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല ലോകത്തെ പഠിപ്പിക്കൂല അല്ലെ. അപ്പം ഇതിൽ യാഥാർത്ഥ്യമുണ്ട്, എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് ക്ലിയർ ആണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ബാധിച്ചതായിട്ടുള്ള ഹദീസുകൾ സുബ്ഹാനല്ലാഹ് സഹീഹ് ബുഖാരിയിൽ തന്നെ വന്നിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസിന്റെ ടെക്സ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള നിവേദനം. ബനു സുറൈഖിൽപ്പെട്ട ലബീദ് ഇബ്നു അസം എന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ചെയ്തിട്ടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ച് ചെയ്തു എന്ന തോന്നലുളവാക്കുന്ന അവസ്ഥയുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബേസിക്കലി എന്തൊക്കെയോ ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ തോന്നുകയാണ് ഓരോന്നുള്ളിൽ നിന്ന്. അങ്ങനെ അദ്ദേഹം എന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ദിവസം ഒരു രാത്രി അദ്ദേഹം പിന്നെയും പിന്നെയും പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ആയിഷ നിനക്കറിയുമോ, ഞാൻ റബ്ബിനോട് വിവരണം തേടിയ കാര്യങ്ങളിൽ എനിക്ക് അല്ലാഹു വിവരം തന്നിരിക്കുന്നു. 2 പേർ എന്റെ അടുത്ത് വരികയും അവരിൽ ഒരാൾ എന്റെ തലയുടെ അടുത്തും മറ്റേയാൾ എന്റെ കാലിന്റെ അടുത്തും ഇരിക്കുകയും ചെയ്തു. എന്നിട്ട് അവരിൽ ഒരാൾ എന്റെ കൂടെയുള്ള ഒരാളോട് ചോദിച്ചു, ഇദ്ദേഹത്തിന്റെ വേദന എന്താണ്? അയാൾ പറഞ്ഞു, ഇദ്ദേഹം സിഹ്ർ ചെയ്യപ്പെട്ടിരിക്കുന്നു. അയാൾ ചോദിച്ചു, ആരാണ് സിഹ്ർ ചെയ്തത്? ലബീദ് ഇബ്നു അസമാണെന്ന് മറ്റേയാൾ പറഞ്ഞു. അയാൾ ചോദിച്ചു, എന്തിലാണ് സിഹ്ർ ചെയ്തത്? മറ്റേയാൾ പറഞ്ഞു, ചീർപ്പിലും മുടിയിലും ഈന്തപ്പനയുടെ ഉണങ്ങിയ കൂമ്പോളയിലുമാണ്. അദ്ദേഹം ചോദിച്ചു, അത് എവിടെയാണ്? ഇയാൾ പറഞ്ഞു, ദർവാൻ കിണറ്റിലാണ്. ബനു സുറൈഖിന്റെ മദീനയിലെ തോട്ടത്തിലുള്ള ഒരു കിണറാണത്. അങ്ങനെ നേരം പുലർന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുമൊത്ത് അവിടെ പോയി മടങ്ങി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലയോ ആയിഷ, അതിന്റെ വെള്ളം മൈലാഞ്ചി വർണ്ണം പോലെയും അതിലെ ഈത്തപ്പനകളുടെ തല പിശാചുക്കളുടെ തല പോലെയുമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, നബിയെ, അങ്ങേക്ക് അത് പുറത്തെടുക്കാമായിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു എനിക്ക് ശമനം നൽകിയിരിക്കുന്നു. ഇനി അതിന്റെ പേരിൽ ജനങ്ങൾക്കിടയിൽ ഒരു ദോഷം ഇളക്കി വിടുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ആ കിണർ മൂടിക്കളയുവാൻ കൽപ്പിക്കുകയും അങ്ങനെ അത് മൂടുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഇത് സഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. ഇതേ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെയുള്ള നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സിഹ്ർ ബാധിച്ചതായിട്ടുള്ള സംഭവം ബുഖാരിയിലും മുസ്ലിമിലും പല റിപ്പോർട്ടുകളിലായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ നമ്പറും റെഫറൻസസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറമെ ഇബ്നു മാജ, ഇമാം അഹ്മദ്, ഇബ്നു ഹിബ്ബാൻ, അബൂ യഅല, ഇമാം ബൈഹഖി ഇത്രയും ഗ്രന്ഥങ്ങളിലെ ഹദീസുകളിൽ ഇതിന്റെ പല രീതിയിലുള്ള റെഫറൻസസ് വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു കാര്യം വേറെ ഒരു സനദിൽ നിന്ന് സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇമാം നസായി, ഇമാം അഹ്മദ്, ഹുമൈദ് ഈ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഞാൻ സാധാരണ മുമ്പെടുക്കുന്ന ക്ലാസ്സുകളിലൊന്നും ഈ റെഫറൻസസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ ഇത് എടുക്കുന്നതിന് മുമ്പേ തന്നെ ഇതിനുള്ള എതിർപ്പുകൾ സുബ്ഹാനല്ലാഹ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് തെളിവുകൾ തരണം എന്ന് തോന്നി. അതുകൊണ്ട് മാത്രം തരാണ്. താല്പര്യമുള്ളവർക്ക് ഈ ഹദീസുകളൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കാം.
അപ്പൊ നമ്മൾ തൊട്ട് മുമ്പേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിവേദനമാണ് കണ്ടത്. എന്നാൽ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള നിവേദനം വേറൊരു സനദിൽ നിന്നാണ്. അതിൽ ഇതേ കാര്യം ചെറിയൊരു ഡിഫറെന്റ് വാക്കുകളോട് കൂടി പറയുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു, ഒരു ജൂതൻ ലദീബ് ഇബ്നു അസം എന്ന പേരുള്ള ഒരു ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സിഹ്ർ ചെയ്തു. അതിന്റെ കാരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിലേക്ക് വന്ന് മുഅവ്വിദത്തൈൻ അദ്ദേഹത്തിന് ഇറക്കി കൊടുത്തു. അതായത് സൂറത്തുൻ നാസും സൂറത്തുൽ ഫലഖും. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയും ചെയ്തു, നിന്റെ മേലെ ഒരു ജൂതൻ ഇതുപോലെ ഒരു സിഹ്ർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു സിഹ്ർ ചെയ്തിട്ടുള്ള മരണം ചെയ്തിട്ടുള്ളത് ഇന്ന ഇന്ന കിണറിലാണ്. അങ്ങനെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അത് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അത് എടുത്ത് അതിൽ ഓരോ കെട്ടുകൾ ഉണ്ടായിരുന്നു. ആ കെട്ടുകൾ ഓരോന്ന് ഊരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എന്തോ ഒരു കെട്ടിൽ നിന്ന്, ഒരു പ്രയാസത്തിൽ നിന്ന് ഇങ്ങനെ മെല്ലെ മെല്ലെ റിലാക്സ് ആയിട്ട് വരുന്നത് പോലെ തോന്നി. പിന്നെ ഈ സൂറകളും സൂറത്ത് ഫലക്കും സൂറത്ത് നാസും ഓതുകയും ചെയ്തതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓക്കെ ആയി എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, സൂറത്തുൽ ഫലക്കും സൂറത്തു നാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിച്ചത് തന്നെ ഈ ലബീദ് ഇബ്നു അസമിന്റെ സിഹ്ർ ചെയ്ത സംഭവമാണെന്ന് മിക്ക മുഫസ്സിരീങ്ങളും പറയുന്നുമുണ്ട്. അല്ലാഹു അഅലം. സിഹ്റിന് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇത്. ഇനി സൂറത്തുൽ ഫലഖിന്റെ 3-ാമത്തെ ആയത്തിൽ നമുക്കറിയാലേ, കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം ചോദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം അതിന്റെ വിശദീകരണത്തിലും ഇത് സിഹ്റാണെന്ന്, സിഹ്ർ ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഇക്രിമ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഖതാദ, ദിഹാഖ് തുടങ്ങിയ മുഫസ്സിരീങ്ങളും പറഞ്ഞതായിട്ട് ഇബ്നു കസീർ തഫ്സീറിലും ഉദ്ധരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം സിഹ്റിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ച് തെളിവുകൾക്ക് നമുക്ക് കുറവൊന്നുമില്ല. പിന്നെ വിശ്വസിക്കുന്നത് നമ്മളുടെ ഇഷ്ടം. ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായതിലേക്കുള്ള ഹക്കായിട്ടും ബാത്തിലായിട്ടും മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ആമീൻ. നമുക്കറിയാം, ഓരോ സമൂഹത്തിലും, ഭൂമിയിലുള്ള എല്ലാ മുസ്ലിം ആയിക്കോട്ടെ അമുസ്ലിം ആയിക്കോട്ടെ, ഏതൊരു സമൂഹത്തിലും പണ്ട് മുതലേയുള്ള കഥകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ള മാജിക്കുകൾ, സെഹറുകൾ, പ്രേത പിശാച് സംബന്ധമായിട്ടുള്ള കഥകൾ ഇല്ലാത്ത ഒരു സമൂഹവും ഇല്ല. എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, എത്ര ടെക്നോളജിക്കലി അല്ലെങ്കിൽ ഇന്റലക്ച്വലി സയന്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമൂഹം എടുത്ത് നോക്കിയാലും അവരിലും ഒരു കഥയുണ്ടാവും ജിന്നുകളെ കുറിച്ചും അതുപോലെയുള്ള മാജിക്കുകളെ കുറിച്ചും ഒക്കെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അതില്ലാത്ത ഒരു സമൂഹമേ ഇല്ല. കേരളത്തിലും നമുക്ക് ഒട്ടും കുറവില്ല അല്ലെ ഇത്തരത്തിലുള്ള കഥകൾക്ക്. സുബ്ഹാനല്ലാഹ്. ചില കാര്യങ്ങളെല്ലാം ചിലപ്പോൾ കളവായിരിക്കാം, ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ട്രിക്കുകളായിരിക്കാം. പക്ഷേ ഈ ലോകം മുഴുവനും ഈ കാലഘട്ടത്തിൽ അത്രയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആൾക്കാർ ഉണ്ടാക്കി കൂട്ടി പറയുന്നതാണെന്ന് വിശ്വസിക്കണമെങ്കിൽ ഇത്തിരി പ്രയാസമുണ്ട് അല്ലെ. അതിലൊന്നും കഥയില്ല എന്ന് പറയണമെങ്കിൽ അത് ഇത്തിരി പ്രയാസമുള്ള കാര്യം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്രയും പരന്ന് എല്ലാ സമൂഹത്തിലും നടക്കുന്ന ഒരു കാര്യം, ഒരേപോലെ നടക്കുന്ന, അത് ഏതെങ്കിലും ഒരു ജാതിയിൽ, ഒരു മതത്തിൽ, ഒരു നാട്ടിലല്ലേ, ലോകം മുഴുവനും നടക്കുന്ന ഒരു കാര്യത്തിൽ എന്തോ ഒരു കോമൺ ത്രെഡ് ഉണ്ട് അല്ലെ, ഒരു കോമൺ ത്രെഡ് ഓഫ് യാഥാർത്ഥ്യം ഉണ്ടെന്ന് നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. ഈ ഹോണ്ടഡ് ഹൗസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, പ്രേതബാധയുള്ള വീട്, അല്ലെങ്കിൽ വീജ ബോർഡ്, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല സമയത്ത് കുട്ടികളെങ്കിലും പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിശാച് ബാധ, ജിന്ന് ബാധ, മറ്റു ഭാഷകളിൽ സംസാരിക്കുന്നത്, അന്തരീക്ഷത്തിൽ പൊങ്ങി പോകുന്നത്, പാത്രങ്ങളൊക്കെ എഴുന്നേറ്റ് പറക്കുന്നതൊക്കെ സിനിമകളിലും നമ്മൾ കാണാറുണ്ട്. അതൊക്കെ നമ്മൾ കഥയായിട്ടേ കേട്ടിട്ടുള്ളൂ. പക്ഷെ ശരിക്കും റിയൽ ലൈഫിലും അങ്ങനെയൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും സംഭവ കഥകൾ തന്നെ കേൾക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ജിന്നിന്റെ ലോകവുമായിട്ട് യാതൊരു പരിചയമില്ലാത്ത ആളുകൾക്ക്, ജിന്നെന്ന് പറയുന്ന സംഭവത്തിൽ വിശ്വസിക്ക പോലും അല്ലെങ്കിൽ അറിയ പോലും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതെല്ലാം ഒരു പസിലാണ്. എന്തായിരിക്കും ഇപ്പൊ അത്? അങ്ങനെ ചിന്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ എളുപ്പം എന്താന്ന് വെച്ചാൽ ഇതിലൊന്നും ഒരു കഥയൊന്നുമില്ല, ഇതൊന്നും സത്യമല്ല എന്ന് വിശ്വസിക്കലാണ്. മിക്ക ആളുകളും അങ്ങനെയാണ് പോവുക. ഇതിനകത്തൊന്നും ഒരു കഥയില്ല, അതൊക്കെ വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല രീതിയിലും ഇത് നടക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ സായിബാബയുടെ കഥ കേട്ടിട്ടുണ്ടാവും അല്ലെ, എയറിൽ നിന്ന് ഭസ്മം എടുക്കുന്നതും ഫ്രൂട്ട് എടുക്കുന്നതും ഒക്കെ. സുബ്ഹാനല്ലാഹ്. ഈവൻ മുസ്ലിങ്ങളുടെ ഇടയിലും പ്രത്യേകിച്ച് ചില സൂഫി തരീഖകളിൽ ഇതൊക്കെ ഭയങ്കരമായിട്ട്, അവരുടെ ചില ഷെയ്ഖുകളൊക്കെ സുബ്ഹാനല്ലാഹ് ഭയങ്കരമായിട്ട് എന്താണ്, അവര് എയറിൽ പൊങ്ങി നടക്കുക,
നിമിഷ നേരം കൊണ്ട് ദൂര സ്ഥലങ്ങൾ സഞ്ചരിച്ച് അവിടെ നിന്ന് ഇവിടെ എത്തുക, ഇവിടെ നിന്ന് അവിടെ എത്തുക, അതുപോലെ എയറിൽ നിന്ന് പൈസ എടുക്കുക, ഭക്ഷണം എടുക്കുക, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതും. എന്നിട്ട് സുബ്ഹാനല്ലാഹ് ആളുകൾ പലപ്പോഴും ഇതിനെ എന്താണ് കറാമാത്തായിട്ട് വിശദീകരിക്കുന്നത് അല്ലെ. കറാമാത്ത് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് ഇസ്ലാമിൽ വേറെ തന്നെ ഒരു വിഭാഗമാണ്. മുഅ്ജിസത്തും കറാമാത്തും ഒക്കെ നമുക്ക് വേറെ തന്നെ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. അഖീദയുടെ ഭാഗമായിട്ട് അള്ളാഹു തൗഫീഖ് തരുവാണെങ്കിൽ, ഈ ഒരു സിലബസിൽ ഇല്ലെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും ഇൻഷാല്ലാഹ്. അപ്പം ഇവര് ഇത്തരത്തിലുള്ള പല പ്രവർത്തികളെയും പലപ്പോഴും അവർ ഈ ചെയ്യുന്ന ജിന്നിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന പല കാര്യങ്ങളെയും കറാമാത്തൊക്കെ ആയിട്ട് വിചാരിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അവരുടെ ജീവനും സ്വത്തും ആയുസും മുഴുവൻ ഈ പറഞ്ഞ ഷെയ്ഖുകളുടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷെയ്ഖുകളായിക്കൊള്ളണമെന്നില്ല, ഇതുപോലത്തെ ദുർമന്ത്രവാദികളും പല നമ്മുടെ നാടുകളിലൊക്കെ ഇടല്ലേ, അവരുടെ കാൽ കീഴിൽ കൊണ്ടുവെക്കുകയും കണക്കില്ലാത്ത സ്വത്തുകൾ അവർക്ക് അല്ലെ, ഇവർക്ക് അങ്ങ് കൊടുത്താൽ ഇവരെ ജീവിതം അങ്ങ് സെറ്റായി എന്ന് വിചാരിക്കുന്നത് പോലെ അല്ലെ, അല്ലെങ്കിൽ ഒരു പാവം കൊടുത്താൽ 2 പാവം കിട്ടുമെന്നൊക്കെ വിചാരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നത് പോലെ ഇതുപോലെയുള്ള ജിന്നുമായിട്ട് കോണ്ടാക്ടിന്റെ പേരിൽ പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുടെ അടിമപ്പെട്ടു പോയി അങ്ങനെയുള്ള ചീറ്റിങ്ങിൽ പെട്ടു പോകുന്ന സംഭവങ്ങളൊക്കെ നാട്ടിൽ സാധാരണയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ലോകം മുഴുവനും, നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആളുകൾക്ക് ശരിയായ അറിവില്ല. അതല്ലെങ്കിൽ ഇനി ഇതെന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് വിശ്വസിക്കാനാണ് എളുപ്പം ആൾക്കാർക്ക്, വേഗം നിഷേധിക്കാനാണ് ആളുകൾക്ക് എളുപ്പം. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ജിന്നുകളെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ജിന്നിന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, 3 ടൈപ്പ് ജിന്നുകൾ. അതിനകത്ത് ജിന്നിന്റെ അർത്ഥം തന്നെ, ആ പേര് വരാനുള്ള കാരണം തന്നെ അവ ഇൻവിസിബിൾ ആയതുകൊണ്ടാണ്, നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. എന്നാൽ അവയിൽ കാണുന്നത് പാമ്പുകളുടെ അല്ലെങ്കിൽ പട്ടികളുടെ രൂപത്തിൽ ഉണ്ടാകുന്ന ജിന്നുകൾ മാത്രമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവര് കാണാത്ത ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് പലതും ചെയ്യാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് പല കഴിവുകളും കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ചിലർക്ക് ഈവൻ മനുഷ്യന്മാരുടെ രൂപം എടുത്തിട്ട് തന്നെ വരെ ജിന്നുകൾക്ക് വരാൻ പറ്റും. അപ്പം ഇത്തരത്തിലുള്ള പല കഴിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പല രീതിയിലുള്ള സിഹറുകളും നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ജിന്നുകൾക്ക് മനുഷ്യന്മാരുടെ രൂപം എടുക്കാൻ പറ്റും എന്നുള്ളതിന് തെളിവ് സ്വഹീഹ് ബുഖാരിയിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഹദീസ് നമുക്ക് നോക്കാം. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, അദ്ദേഹം പറയുന്നു, റമദാനിലെ സക്കാത്തിന്റെ മുതൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ചുമതലപ്പെടുത്തിയിരുന്നു. ഒരു ദിവസം രാത്രി കാവൽ നിൽക്കുന്ന സമയത്ത് സക്കാത്തിന്റെ മുതൽ ഒരാൾ കട്ടെടുക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ അയാളെ പിടികൂടിയിട്ട്, അള്ളാഹു ആണേ സത്യം, നിന്നെ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിക്കും എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ ഇതിന് ആവശ്യക്കാരനാണ്, എനിക്ക് കുടുംബമുണ്ട്. ഇത് കേട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിട്ടയച്ചു. പിറ്റേ ദിവസം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് ചോദിച്ചു, അതായത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഇന്നലെ രാത്രി പിടികൂടിയിട്ടുള്ള ആളെ നീ എന്താണ് ചെയ്തത്? ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അയാൾ എന്നോട് ആവശ്യക്കാരനാണ്, കുടുംബമുണ്ടെന്ന് എന്നൊക്കെ കുറെ സങ്കടം പറഞ്ഞു. അങ്ങനെ എനിക്ക് കരുണ തോന്നി, ഞാൻ വിട്ടയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവൻ പറഞ്ഞത് കളവാണ്, ഇനിയും വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം വരുമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ അയാളെ കാത്തിരുന്നു. വീണ്ടും അയാൾ വന്നു, സക്കാത്തിന്റെ മുതലെടുത്തു. ആ സമയം ഞാൻ അയാളെ പിടികൂട്ടിയിട്ട് പറഞ്ഞു, ഇപ്രാവശ്യം തീർച്ചയായും ഞാൻ നിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിക്കുക തന്നെ ചെയ്യും. വീണ്ടും അയാൾ പറഞ്ഞു, എന്നെ വിടണം, ഞാൻ ഇതിന് ആവശ്യക്കാരനാണ്, എനിക്ക് കുടുംബമുണ്ട്, ഞാൻ ഇനി ആവർത്തിക്കില്ല. അപ്പോൾ എനിക്ക് അയാളോട് കരുണ തോന്നി വിട്ടയച്ചു. പിറ്റേ ദിവസം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി പിടികൂടിയിട്ടുള്ള ആളെ നീ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞു, റസൂലെ, അയാൾ എന്നോട് ആവശ്യക്കാരനാണ്, കുടുംബമുണ്ട് എന്നൊക്കെ കുറെ സങ്കടം പറഞ്ഞു. അങ്ങനെ എനിക്ക് കരുണ തോന്നി, ഞാൻ വിട്ടയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവൻ പറഞ്ഞത് കളവാണ്, ഇനിയും വരും. 3ാമത്തെ ദിവസവും വരികയാണ് ഇയാൾ. ഓക്കെ. കുറച്ചു കഴിഞ്ഞ് അയാൾ വീണ്ടും വന്ന് സക്കാത്തിന്റെ മുതലെടുത്ത് പോകുമ്പോൾ ഞാൻ അവനെ പിടികൂടി. തീർച്ചയായും ഞാൻ നിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തുക തന്നെ ചെയ്യും. നീ എന്നോട് ഓരോ പ്രാവശ്യം പിടിക്കുമ്പോൾ ഞാൻ ഇനി വരില്ല എന്ന ഇത് അവസാനത്തേതാണെന്നാണ് പറഞ്ഞത്. ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിക്കുക തന്നെ ചെയ്യും. ഇപ്രാവശ്യം അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് കുറച്ച് വാക്കുകൾ പഠിപ്പിക്കാം, അത് നിനക്ക് ഉപകാരം ചെയ്യും. ഞാൻ ചോദിച്ചു, എന്താണത്? വന്നയാൾ പറഞ്ഞു, നീ വിരിപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്താൽ പ്രഭാതം വരെ നിനക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. നേരം വെളുക്കുന്നത് വരെ ശൈത്താൻ നിന്റെ അടുത്ത് പ്രവേശിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ട സമയത്ത് ഞാൻ അയാളെ വെറുതെ വിട്ടു. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കഴിഞ്ഞ ദിവസം രാത്രി അയാളെ എന്താണ് ചെയ്തത്? ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അദ്ദേഹം എനിക്ക് കുറച്ച് കലിമാത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉപകാരമുള്ള വാക്കുകൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളെ വെറുതെ വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണത്? ഞാൻ പറഞ്ഞു, വിരിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. നേരം വെളുക്കുന്നത് വരെ ശൈത്താൻ അടുക്കുകയില്ല എന്നും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും നിന്നോട് അവൻ സത്യം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹേ അബൂ ഹുറൈറ,
അബാ ഹുറൈറ, നിന്നോട് 3 ദിവസം രാത്രി സംസാരിച്ച ആൾ ആരാണെന്ന് നിനക്കറിയുമോ? ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ഷെയ്ത്താനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഷെയ്ത്താന്, ജിന്നിന് അല്ലെ, മനുഷ്യന്റെ രൂപം പ്രാപിക്കാനും പറ്റുമെന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു ഹദീസ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് തെളിവുകളൊക്കെ ഖുർആനിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം 2 ദിവസമായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്ന് അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞത്, അതും പോകുമ്പോൾ മൂപ്പർ എന്ത് പഠിപ്പിച്ചു കൊടുത്തിട്ടാ പോയത്? ഈ ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞാല് എനിക്ക് നിന്റെ അടുത്ത് വരാൻ പറ്റൂല എന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞതാണ്, മനുഷ്യരൂപത്തിൽ നിന്റെ അടുത്ത് വന്നിട്ടുള്ളത് ഷെയ്ത്താനാണെന്ന്. അപ്പം അവർക്ക് അതിന് പറ്റും, മനുഷ്യരൂപത്തിൽ വരാൻ പറ്റും. അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റും, മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ പറ്റും. ഈ മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ പറ്റും എന്നുള്ള പാർട്ടിനെ ഞാൻ തൽക്കാലം മാറ്റിവെക്കാണ്. നമ്മൾ ഇത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പറയാം. ഓക്കെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുപാട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് സാധാരണ മനുഷ്യന്മാർക്കും മറ്റു സൃഷ്ടികൾക്കും കൊടുക്കാത്ത പല കഴിവുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയാണ് എല്ലാ സൃഷ്ടികളുടെയും മേലെയാക്കിയിട്ട് സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലെ. അതെന്തുകൊണ്ടാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അള്ളാഹു മനുഷ്യനെ എല്ലാ സൃഷ്ടികളുടെയും മേലെ ആക്കിയിട്ടുള്ളത്? എന്ത് കൊടുത്തിട്ടാണ്? അള്ളാഹു മനുഷ്യന് ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടല്ലേ, അറിവ് നേടുക, ചിന്തിക്കുക, ഹിക്മത്ത്, ബുദ്ധി ഉപയോഗിച്ച് ചൂസ് ചെയ്തിട്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ബേസ് അറിവ് നേടലാണ്. അറിവ് നേടി ചിന്തിച്ച് അതിൽ നിന്നുള്ള ബുദ്ധി ഉപയോഗിച്ച് തെരഞ്ഞെടുത്തിട്ട് ഇബാദത്ത് ചെയ്യണോ വേണ്ടേന്ന് തെരഞ്ഞെടുക്കാനുള്ള ആ ഒരു കഴിവ്. അപ്പൊ അറിവ് നേടലാണ് ബേസ്. ഈ അറിവ് നേടലിന് സത്യം പറയുകയാണെങ്കിൽ 2 പാർട്ട് ഉണ്ട് അല്ലെ. ഈ അറിവ് നേടലില് സുബ്ഹാനല്ലാഹ് ഗൈബായിട്ടുള്ള അറിവ് നമ്മൾ നേടുന്നുണ്ട് അല്ലെ. ഖുർആനിലും സുന്നത്തിലും കൂടെ ഒരുപാട് ഗൈബായിട്ടുള്ള അറിവുകൾ നേടുന്നുണ്ട്. ഈ ഗൈബായിട്ടുള്ള അറിവ് നിങ്ങൾ എപ്പോഴെങ്കിലും ഹിക്മത്ത് കൊണ്ട് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഗൈബായിട്ടുള്ള ഏത് അറിവാണ് നമുക്ക് ചിന്തിച്ച് ശരിയാണെന്ന് സ്ഥാപിക്കാൻ പറ്റാം? സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് നമ്മൾ നമ്മളുടെ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് എന്താണോ പറയുന്നത് അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ളത്. അതുപോലെ നമ്മൾ പഠനത്തിന്റെ ഭാഗമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളടുത്ത് പറഞ്ഞ ഗൈബായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വിശ്വസിക്കല് നമ്മളെ പഠനത്തിന്റെ ഭാഗമാണ്. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുക, സ്വീകരിക്കുക. ഗൈബായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുത്തഖിയുടെ ഫസ്റ്റ് എന്താണ്? മുത്തഖിയുടെ ലക്ഷണങ്ങളുടെ ഫസ്റ്റ് എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഗൈബായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കലാണ്. അവിടെ യുക്തിയും ചിന്തയും ഒന്നുമില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ എന്തായാലും ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. മനുഷ്യന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവാണ് പഠിക്കാനുള്ള കഴിവ്, ചിന്തിക്കുക, ഹിക്മത്ത്. ഇതെല്ലാത്തിന്റെയും കോമ്പിനേഷനാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ മറ്റുള്ള സൃഷ്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ചൂസ് ചെയ്യാനുള്ള ഇത് ജിന്നുകൾക്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ജിന്നുകളിൽ വിശ്വാസികളായ ജിന്നുകളും അവിശ്വാസികളായ ജിന്നുകളും ഉണ്ട്. അത് അവർ ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ചില കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ ചില സൃഷ്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാത്തിന്റെയും കോമ്പിനേഷൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇബാദത്ത് ചെയ്യാനുള്ള കഴിവ് അള്ളാഹു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അല്ലെ. കല്ലുകൾക്കും മണ്ണുകൾക്കും പോലും മൃഗങ്ങൾക്ക് പോലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്മാർക്ക് ചൂസ് ചെയ്തിട്ട് ഇബാദത്ത് ചെയ്യാൻ. എങ്ങനെയാ ചൂസ് ചെയ്യേണ്ടത്? പഠിച്ചിട്ട് ചിന്തിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പഠിച്ചിട്ട് ചിന്തിച്ചിട്ട് എന്ന് പറയുമ്പോൾ അവിടെ ചിന്തിക്കാതെ സ്വീകരിക്കേണ്ട ചില കാര്യങ്ങളും നമ്മുടെ ദീനിലുണ്ട്. എന്താ? ഗൈബായിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തെളിവുണ്ടെങ്കിൽ നമ്മൾ അതേപടി സ്വീകരിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ നമ്മൾ ജിന്നുകളിലേക്ക് വരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾക്ക് ഇതുപോലെയുള്ള നമുക്ക് തരാത്ത പല കാര്യങ്ങളും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ മനുഷ്യരെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെയൊക്കെ മേലെയാണ് മനുഷ്യർ. അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞു വെച്ചത്. ഓക്കെ. നമ്മൾ തിരിച്ച് ജിന്നുകളിലേക്ക് വരികയാണ്. ജിന്നുകളുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ പല കഴിവുകളും അവർക്ക് ഒരുപാട് ദൂരം നിമിഷ നേരം കൊണ്ട് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യന്മാരുടെ രൂപത്തിൽ വരാനുള്ള കഴിവുണ്ട്. മനുഷ്യന്റെ ശരീരത്തിലും മനുഷ്യന്റെ ബുദ്ധിയിലും ചിന്തയിലും ഒക്കെ കയറാനുള്ള കഴിവ് അവർക്കുണ്ട്. ശരീരത്തിലേക്ക് കയറാനുള്ള കഴിവിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഇതുപോലെയുള്ള പല സൂപ്പർ നാച്ചുറൽ സിഹ്റി അല്ലെങ്കിൽ മാജിക്കൽ ആയിട്ടുള്ള പല ഇൻസിഡൻസും എല്ലാം എന്താണ് ഒരു പരിധി വരെ അത് ജിന്നുകളുടെ ഇഫക്റ്റുമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും.
പല നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോണ്ടഡ് ഹൗസ് വീടുകളിലെ പ്രേതബാധയുള്ള വീട്, അവിടെ ലൈറ്റ് ഇങ്ങനെ ഓൺ ആവുന്നതും ഓഫ് ആവുന്നതും നിങ്ങൾ ചിലപ്പം റിയൽ ലൈഫിലും കേട്ടിട്ടുണ്ടാവും. ഇനി ഇതുപോലെ സിനിമകളിലെ ഡോക്യുമെന്ററീസിലൊക്കെ അതും കണ്ടിട്ടുണ്ടാവും അല്ലെ. മതിലിന്റെ മുകളിലുള്ള വാൾ ഫ്രെയിം, പിക്ചർ ഫ്രെയിം താഴെ വീണ് പൊട്ടുന്നു, വീട്ടിലുള്ള കപ്പും സോസറും ഒക്കെ എഴുന്നേറ്റ് പറക്കുന്നു, തറ കീറി പോകുന്നു അല്ലെ, ഫ്ലോർ ഇങ്ങനെ ക്രാക്ക് ചെയ്യുന്നു, സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുടെ മേലും ജിന്നുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അവർക്ക് അതിന്റെ മേലേക്ക് വർക്ക് ചെയ്തിട്ട് ഇതുപോലുള്ള പല റിസൾട്ടുകളും ഉണ്ടാക്കാൻ പറ്റും. അവർക്ക് മരിച്ചവരുടെ ആത്മാക്കളുമായിട്ട് സംസാരിച്ചിട്ട് ആ കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് സംസാരിപ്പിക്കാനുള്ള കഴിവുണ്ട്. സുബ്ഹാനല്ലാഹ്. മരിച്ചവരുടെ ആത്മാക്കളുമായിട്ട് എന്നുള്ളതെല്ലാം എന്താ പറയാ, ഈ ജീവിച്ചിരിക്കുന്ന ചിലര് മരിച്ചവരെ പോലെ സംസാരിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പം അതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഹിസ്റ്ററി വന്ന് പറഞ്ഞു കൊടുത്തിട്ട് സംസാരിപ്പിക്കാനും ഒക്കെയുള്ള കഴിവ് ഈ ജിന്നുകൾക്ക് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത്തരത്തിലുള്ള ജിന്നുകളെ വിളിച്ചു വരുത്തുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ല, എങ്ങനെയാണ് അവർ വരുന്നത് എന്നുള്ളത്. പല ആഭിചാര പ്രവർത്തനങ്ങളിലൂടെ, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത നിഷേധപരമായ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള ജിന്നുകളെ വിളിച്ച് വരുത്തുന്നത്. അതൊരു കോൺട്രാക്റ്റ് ആണ് അല്ലെ. വിളിച്ചു വരുത്തുന്നവർക്ക് ഇതുപോലെയുള്ള പല ഗുണങ്ങളും കിട്ടും. പകരം ജിന്നുകൾക്ക് എന്താ കിട്ടുക? അനിഷേധം അല്ലെ, അതായത് സത്യനിഷേധം അല്ലെങ്കിൽ അള്ളാഹുലുള്ള അവിശ്വാസം. അത് ഷെയ്ത്താന്റെ മെയിൻ അജണ്ടയാണത്. ഷെയ്ത്താന്റെ സൈന്യങ്ങൾ ഇതിനു വേണ്ടി റെഡിയായി അവരുടെ ജീവിതത്തിന്റെ പർപ്പസ് തന്നെ ഇതാണ്, മനുഷ്യന്മാരെ വഴിതെറ്റിക്കുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഇബാദത്ത് ചെയ്യുക മാത്രമാണ് നമ്മളുടെ പർപ്പസ്. അവരുടെ പർപ്പസ് ഇതാണ് അല്ലെ, മനുഷ്യന്മാരെ വഴിതെറ്റിക്കുക. അപ്പൊ അതിന് അവർ അവസരം തേടി നടക്കുമ്പോൾ ഇതുപോലെ മനുഷ്യരിലുള്ള ചില പിശാചുക്കൾ അവരെ വിളിച്ചു വരുത്തി അവർ തമ്മിലൊരു ഡീലാക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ ജിന്നുകൾ കാരണം ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും ജിന്നുകൾ കാരണമാണ് നടക്കുന്നത്. ജിന്നുകൾ കാരണം നമ്മുടെ ചുറ്റുപാട്ടും ഒരുപക്ഷെ നമ്മുടെ നാടുകളിലും ഒക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അവരെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അവർ വന്നിട്ട് അവർ ഇഷ്ടംപോലെ എല്ലാ കുഫറുകളും എല്ലാ ഷിർക്കുകളും അവർ ചെയ്യിച്ചോളും. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അതൊക്കെ അവർ ചെയ്തോളും. അന്തരീക്ഷത്തിൽ പറപ്പിക്കാനും ഫോട്ടോ ഫ്രെയിം താഴെ ഇടാനും ലൈറ്റ് ഓഫ് ആക്കാനും ഓൺ ആക്കാനും ഒക്കെ അവരെ കൊണ്ട് പറ്റും. ഒരുപാട് ദൂരം സഞ്ചരിക്കാനും ഒരേ സമയം 2 സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കാനും, ഇനി ഈവൻ ചില മനുഷ്യന്മാരുടെ ശരീരത്തിൽ കയറിയിട്ട് മനുഷ്യരൂപത്തിൽ, അതിപ്പം ഇവിടെ നിൽക്കുന്ന ഒരാളുടെ ശരീരത്തിൽ ജിന്ന് കയറിയിട്ട് ഇയാൾ വേറൊരു നാട്ടിൽ ചെന്നിട്ട്, ജിന്നായിരിക്കും അയാളുടെ ഉള്ളിൽ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതൊക്കെ, പക്ഷെ നമ്മൾ കാണുമ്പം ആ ആളെയാണ് കാണുന്നത്. ആ രീതിയിലൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ജിന്നുകളുടെ കഴിവിൽ പെട്ടതാണ്, സംശയമൊന്നുമില്ല. ഇനി ജിന്ന് ബാധയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ, പണ്ടത്തെ കഥകളിലേക്കൊന്നും നമ്മൾ പോകേണ്ട. സത്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ലൈവായിട്ട് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞുതരാം. നിങ്ങൾ വെറുതെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ശാന്തി ദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി, 6 വയസ്സായിട്ടുള്ള ഒരു കുട്ടി, ഡൽഹിയിൽ ഏറ്റവും ഏതോ ഒരു ഗ്രാമത്തിൽ ജനിച്ചിരുന്ന കുട്ടി. അപ്പൊ ഈ കുട്ടി 6 വയസ്സ് 7 വയസ്സായപ്പോഴേക്ക് അതിന്റെ അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഇല്ല എന്റെ ഡ്രസ്സ് ഇങ്ങനെ ആയിരുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഫുഡ് ഇങ്ങനെ ആയിരുന്നില്ല, ഞാൻ ഈ ഫുഡല്ല കഴിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ പറയുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം കുറേ ഇങ്ങനെ ഈ ആദ്യം ഇവർക്ക് എന്താ ഈ കുട്ടി ഇങ്ങനെ പറഞ്ഞത്, വെറുതെ തമാശയായിരിക്കുന്നു, ഇതിന് സീരിയസ് ആണ്. കുറേ കാര്യങ്ങൾ, അവളുടെ പഴയ ഭർത്താവിന്റെ കഥ, വീട്ടിന്റെ കഥ, അന്ന് കഴിച്ചിരുന്ന ഭക്ഷണം, അങ്ങനെ കുറേ കാര്യങ്ങളും, അതും ആ ഭാഷയിൽ മധുരയിലാണ് അവള് മുമ്പ് ജീവിച്ചിരുന്നത് എന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ ഇത് കുറച്ച് അധികമായപ്പം ഇവര് ഗാന്ധിജിയുടെ കാലത്ത് നടന്ന ഒരു സംഭവമാണെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ വെറുതെ വായിച്ചു നോക്കിയാൽ മതി, ഇൻട്രസ്റ്റ് ഉള്ളവർ. അവർ മധുരയിൽ പോയി അന്വേഷിച്ചപ്പം ഇവള് പറഞ്ഞതൊക്കെ ശരിയാണ്, അത് മുൻജന്മം ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെയുള്ള വിവരങ്ങൾ ഈ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇട്ടുകൊടുക്കാൻ ജിന്നിന് പറ്റും. അല്ല, ബോധത്തോടു കൂടി ആവില്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ ഇതൊക്കെ ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഈ കുട്ടി ഉണർന്നിരിക്കുമ്പം ഇതൊക്കെ പറയുന്നത്, അല്ലാതെ മുൻജന്മം ഉണ്ടായിട്ടൊന്നും അല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അതായത് ഈ കുറച്ച് വർഷങ്ങൾ മുമ്പ് മരിച്ചുപോയ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഈ കുട്ടിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇട്ട് കൊടുത്തിട്ട് ജിന്ന് സംസാരിക്കുന്നതല്ലാതെ വേറെ അത്ഭുതങ്ങളൊന്നും അതിനകത്തില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാതെ വഹിയൊന്നും കൊടുത്തതല്ലല്ലോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത അബൂ ദാവൂദിൽ സഹീഹാക്കിയിട്ടുള്ള ഒരു ഹദീസിൽ ഉണ്ട് അല്ലെ, 3 തരത്തിലാണ് സ്വപ്നങ്ങൾ. ഏതൊക്കെയാണ്? ഒന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്നുള്ളതാണ്, റഹ്മാനായ റബ്ബിൽ നിന്നുള്ളതാണ്. 2 പിശാചിൽ നിന്നുള്ളതാണ്. ഓക്കെ. 3 ഒരു മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള അവന്റെ ചിന്തകളിൽ നിന്നുള്ളതാണ്.
ഇത്തരത്തില് ജിന്നിന് മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വിവരങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ പറയുന്ന നമ്മളെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ബോധത്തോടു കൂടി നടക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ ഇട്ട് തരുന്ന വസ്വസിനെ കുറിച്ചല്ല ഈ രണ്ട് കാര്യത്തിലും പറഞ്ഞില്ല. ഈ ഹദീസിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇടുന്നതുകൊണ്ടാണ് നമുക്ക് സ്വപ്നത്തിൽ വരുന്നത് അല്ലെ. ജിന്ന് അല്ലെങ്കിൽ ഇബ്ലീസ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇട്ട ചിന്തകളാണ് നമുക്ക് സ്വപ്നമായിട്ട് വരുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ് ഇബ്ലീസ് വസ്വസ് ചെയ്യുന്നത്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറാൻ പറ്റുന്നത് പോലെ തന്നെ ജിന്നിന് മനുഷ്യന്റെ ശരീരത്തിലും കയറാൻ പറ്റും. തെളിവുകളിലേക്ക് വരാൻ നമുക്ക് ശരീരത്തിലും കയറാൻ പറ്റും. അതുപോലെയുള്ള പൊസഷൻ ജിന്ന് കയറിയിട്ടുള്ള ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും സ്റ്റോറികളിൽ മാത്രമാണെന്ന്. എൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ച് സംസാരിച്ച് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ നമ്മളെ ക്ലാസ്സുകളിൽ തന്നെയുണ്ട്. വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസം തോന്നും, പക്ഷെ സത്യമാണ്, റിയൽ ആണ് സംഭവങ്ങളൊക്കെ. ഒരുപക്ഷെ നമ്മളൊന്നും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലല്ല ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഒന്നും പൂർവികന്മാര് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന നാടുകളിൽ ജിന്നുകളെ വിളിച്ചു വരുത്തിയിട്ടുള്ള രീതിയിലുള്ള കുഫ്ർ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് ഒരുപാട് തൗഹീദും കാര്യങ്ങളും ഒക്കെ ഉള്ള അൽഹംദുലില്ലാഹ് ഉള്ള നാടുകളായതുകൊണ്ട് രക്ഷപ്പെട്ടതാവാം. എന്നാലും ഒരു ഉറപ്പൊന്നുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇതിൽ നിന്നുള്ള തെളിവുകളൊക്കെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊന്നും ഇല്ല എന്ന് കണ്ണടച്ച് നമ്മൾ അത് വിശ്വസിപ്പിക്കാനും ശ്രമിച്ചത് കൊണ്ട് യാഥാർത്ഥ്യം ഇല്ലാതാവുന്നേ. അപ്പം ജിൻ പൊസിഷൻ എന്ന് പറയുന്നത്, ജിന്ന് ബാധ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ചില കേസിൽ അത് ടെമ്പററി ആയിരിക്കാം. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ക്രിസ്ത്യാനിറ്റിയിലും അവരുടെ ഒരു പ്രത്യേക വിഭാഗം ഉണ്ട്. എന്തായിരുന്നു? പെന്തക്കോസ് ആണെന്ന് തോന്നുന്നു അല്ലെ. അവര് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൈയൊക്കെ അടിച്ചടിച്ചടിച്ച് അവരിങ്ങനെ വേറൊരു ആനന്ദ നിർവൃതിയിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ഇബാദത്ത് അവരുടെ ഭാഗത്ത് നിന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള ആരാധനകൾ ചെയ്യുമ്പം അവര് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ഒരു ഫ്രെൻസി, അതായത് ഉന്മാദത്തിന്റെ അവസ്ഥയിലേക്ക് പോവാണ്. അതായത് അവർക്ക് പോലും കൺട്രോൾ ഇല്ലാത്ത ഒരു അൺകോൺഷ്യസ്നെസ്സിലേക്ക് അവർ ബോധത്തോടു കൂടിയാണ് അവർക്ക് മീൻസ് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നഫ്സ് അല്ലെങ്കിൽ റൂഹ് എന്ന് പറയുന്നത് ഒരു ഉന്മാദത്തിന്റെ അവസ്ഥയിലേക്ക്, സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചിലര് ഇങ്ങനെ നിലത്ത് വീണ് കിടന്ന് ഫോറിൻ ലാംഗ്വേജ് സംസാരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ടെമ്പററി ആയിട്ട് പൊസഷൻ ജിന്നുകൾ ശരീരത്തിൽ കയറുന്ന സാഹചര്യങ്ങളുണ്ട്. കൂടുതലും ഇത്തരത്തിലുള്ള ബാധകൾ ഉണ്ടാവാൻ ഒരു മനുഷ്യന്റെ ശരീരം പ്രാപ്തമാവുന്നത് അവൻ ശാരീരികമായിട്ട് അല്ലെങ്കിൽ സ്പിരിച്വലി ആത്മീയമായിട്ട് ലോ അല്ലെങ്കിൽ ഹൈ ആവുമ്പോഴാണ്. അങ്ങേയറ്റം ലോ അല്ലെങ്കിൽ അങ്ങേയറ്റം ഹൈ ആവുമ്പോഴാണ് കയറാൻ എളുപ്പം. എന്ന് വെച്ചിട്ട് അല്ലാത്ത അവസ്ഥയിൽ കയറൂല എന്നല്ല. കൂടുതൽ അതായത് ഒരാൾ ശാരീരികമായിട്ട് രോഗങ്ങളും കാരണങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വീക്കായിട്ട് അയാളുടെ നെഫ്സിനും ശരീരത്തിനും ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു ഒന്നിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതിൽ വരുമ്പോഴാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജിന്ന് കയറാൻ ഉള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ ഹൈ ആവുക, അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഈ പറഞ്ഞ പെന്തക്കോസ്തുകളുടെ ഒക്കെ ഒരു ആരാധന രീതികളുണ്ടല്ലോ, അവരിങ്ങനെ ആരാധനയൊക്കെ മൂത്തിട്ട് വേറൊരു ലെവലിലേക്ക് പോണ ഒരു ഇത്. അതിനുള്ള വേറൊരു ഉദാഹരണമാണ് സൂഫികളുടെ ചില ദിക്ർ സെഷൻസ് ഉണ്ടാവും. നിങ്ങൾ വെറുതെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. അവരുടെ ദിക്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ അള്ളാഹ് അള്ളാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക ട്യൂണിൽ അതിങ്ങനെ പറഞ്ഞ് അവര് ഏതോ ലെവലിൽ എത്തിപ്പോകും. സുബ്ഹാനല്ലാഹ്. അവരുടെ ഒരു നോർമൽ കോൺഷ്യസ് ലെവൽ വിട്ടിട്ട് വേറൊരു ലെവലിലേക്ക് പോകുന്ന രീതി. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ടെമ്പററി ആയിട്ടെങ്കിലും ഇതുപോലെ ജിന്ന് കയറാനുള്ള സാധ്യത കൂടുതൽ. അപസ്മാര രോഗങ്ങളെ കുറിച്ചും അപസ്മാര രോഗം ഇതേപോലെയുള്ള ഒരു അവസ്ഥയാണ്. മനുഷ്യന്മാർ ഫിസിക്കലി അങ്ങേയറ്റം ലോ ആവുക, അപ്പം അവരുടെ നെഫ്സിന്റെ കൺട്രോൾ വിട്ടുപോകുന്ന ഒരു സാഹചര്യങ്ങളിൽ ഇതുപോലെ ജിന്ന് ബാധ കയറാനൊക്കെ സാഹചര്യങ്ങൾ കൂടുതലാണ്, അധികമുള്ള ഒരു ഇതാണ്. എപ്പോഴും ദ്വാ നമുക്ക് ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ ചർച്ച ചെയ്യാം. അതിനെതിരെയുള്ള പ്രൊട്ടക്ഷനും സംരക്ഷണവും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇതുപോലെ ഷോർട്ട് ടേം ആയിട്ട് കയറാം. ഈ പറഞ്ഞ പോലെ ഒരു ഫ്രെൻസി, ഒരു ഉന്മാദ അവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാരിലേക്ക് താൽക്കാലികമായിട്ട് കയറിയിട്ട് അവരിങ്ങനെ മറ്റു ഭാഷകൾ സംസാരിക്കുകയും ഒരുമാതിരി ഇളകുകയും ഒക്കെ ചെയ്യുന്ന ഉദാഹരണങ്ങൾ താൽക്കാലികമായിട്ട് കയറുന്നതുണ്ട്. എന്നാൽ ലോങ് ടേം വർഷങ്ങളോളം ഒരാളുടെ ശരീരത്തിൽ നിൽക്കുന്ന ഉദാഹരണങ്ങളും ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കോ ഇല്ലേന്ന് അറിയില്ല. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് അതുപോലെ ഒരു സംഭവ കഥ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ നടക്കുന്നത് തന്നെയാണ് നാട്ടില്. ഓക്കെ, അപ്പം അങ്ങനെ കയറി കഴിഞ്ഞാൽ ഒരു വ്യക്തി വളരെ അബ്നോർമൽ ആയിട്ട്, ഒരു യുക്തിഹീനമായിട്ട്, ഇറാഷണൽ ആയിട്ട്
ബിഹേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് കാണുമ്പോൾ അത് എന്താന്ന് തോന്നുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കര സൂപ്പർ ഹ്യൂമൻ മനുഷ്യന്മാരെ ശക്തിക്ക് അപ്പുറത്തായിട്ട് എന്തെങ്കിലും ഇടിച്ച് പൊടിച്ച് പപ്പടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റും. എന്നാൽ വളരെ നോർമൽ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നവരും ഉണ്ട്. അല്ലെങ്കിൽ വളരെ ലോ ആയിട്ട് ഫുൾ ടൈം ചെയ്യാൻ പറ്റാണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട്, അങ്ങനെയൊക്കെ ഉള്ള രീതികളും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പം അതാണ് ഈ ജിന്നുബാധയെ കുറിച്ച്. നമുക്ക് ഇൻഷാ അല്ലാഹ് ജിന്നുബാധയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇനിയും അല്ലെങ്കിൽ ബാധ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാനുണ്ട്. ഇനി ജിന്നുബാധയെ നിഷേധിക്കുന്നവരെ കുറിച്ച്, നിഷേധിക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിഷേധിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ നമ്മുടെ സിലബസിലുള്ളതൊന്നുമല്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇതുപോലെയുള്ള ആ ഒരു എതിർപ്പുകൾ വരുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറയേണ്ടത് കൊണ്ട് പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് ജിന്നുബാധയെ കുറിച്ചുള്ള തെളിവുകൾ. പൊതുവെ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നല്ല, ലോകം മുഴുവനും ഈ ജിന്നുബാധ അല്ലെങ്കിൽ ഇബ്ലീസിന്റെ ശൈത്താന്റെ ഉപദ്രവങ്ങൾ എല്ലാം അതൊരു വസ്വസ് മാത്രമാണ്. അതായത് മനുഷ്യന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ബോധത്തോടു കൂടി നടക്കുന്ന സമയത്ത് നമ്മളിൽ വസ്വസ് ഉണ്ടാക്കുകയാണ് ജിന്നിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രം സ്വീകരിക്കുകയും അതിനപ്പുറത്തേക്കുള്ള വേറൊരു തരത്തിലുള്ള ഉപദ്രവങ്ങളും വേറൊരു തരത്തിൽ നമ്മുടെ ശരീരത്തിലോ സബ് കോൺഷ്യസ് മൈൻഡിലോ കയറിയിട്ട് അവയ്ക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാൻ ഇഷ്ടമുള്ളവരുമാണ് നമ്മുടെ നാട്ടിലും ലോകം മുഴുവനും. അങ്ങനെ കുറേ ആളുകളുണ്ട്. പക്ഷേ അഹ്ലുസുന്ന വൽ ജമാഅയിലേക്ക് നോക്കുമ്പോൾ മുഅ്തസില എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. മുഅ്തസില, റാഫിദി, അതുപോലെയുള്ള ചില വിഭാഗങ്ങളുണ്ട്. അവര് സുബ്ഹാനല്ലാഹ്, അവർ ശരിക്കും ഈ മെയിൻ സ്ട്രീമിൽ നിന്ന് വിട്ടുപോകാനുള്ള കാരണം തന്നെ അവരുടെ യുക്തിവാദങ്ങളാണ്. അവർ പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിഫത്തുകൾ പോലും യുക്തി ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ആളുകളാണ്. നമ്മൾ തൗഹീദ് അസ്മാഉ സിഫാത്തിൽ പഠിച്ചിട്ടുണ്ടല്ലേ, അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ചുള്ള കാര്യങ്ങൾ അള്ളാഹു എന്താണോ പറഞ്ഞത് അതാണ് അതിന്റെ അവസാന വാക്ക്. പിന്നെ അതിനപ്പുറത്ത് നമ്മളുടെ ചിന്തയില്ല, അല്ലെ? പക്ഷേ ഈ മുഅ്തസില വിഭാഗം പോലെയുള്ള വിഭാഗക്കാര് അവര് മെയിൻ സ്ട്രീമിൽ നിന്ന്, അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ, വിട്ടുപോകാനുള്ള കാരണം തന്നെ അവർ ഇതുപോലെയുള്ള പല കാര്യങ്ങളും യുക്തി ഉപയോഗിച്ച് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം അങ്ങനെയുള്ള വിഭാഗങ്ങൾ മാത്രമേ ജിന്നുബാധ പോലെയുള്ള കാര്യങ്ങളെ നിഷേധിച്ചിട്ടുള്ളൂ. അല്ലാതെ മെയിൻ സ്ട്രീമിലുള്ള അഹ്ലുസുന്ന വൽ ജമാഅയിലുള്ള പണ്ഡിതന്മാര് ഇജ്മാ പ്രകാരമുള്ള എല്ലാ ഇമാമുകളുടെയും ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ജിന്നിന്റെ അസ്തിത്വം, ഖുർആനും ഹദീസും കൊണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ജിന്നിന്റെ അസ്തിത്വം ഖുർആനും ഹദീസും കൊണ്ടും ഈ ഉമ്മത്തിലെ മുൻഗാമികളുടെയും ഇമാമുമാരുടെയും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഇമാമുകാരുടെ ഇജ്മാഇനാൽ മനുഷ്യ ശരീരത്തിൽ ജിന്ന് ബാധിക്കുമെന്നതും ഇതേ പ്രകാരം തന്നെ സ്ഥിരപ്പെട്ടിരിക്കുന്നു. മുസ്ലിം ഉമ്മത്തിന്റെ ഇമാമുമാരിൽ ഒരാൾ പോലും മനുഷ്യ ശരീരത്തിൽ ജിന്ന് ബാധിക്കുമെന്ന കാര്യം നിഷേധിച്ചവരായിട്ടില്ല. ആരെങ്കിലും അക്കാര്യം നിഷേധിക്കുകയും മതം അക്കാര്യം അംഗീകരിക്കുന്നില്ലെന്ന് വാദിക്കുകയുമാണെങ്കിൽ അവർ ഇസ്ലാമിന്റെ മേൽ കളവ് കെട്ടിച്ചമയ്ക്കുകയാണ്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞതായിട്ടുള്ള വാക്കുകളാണ് ഞാൻ വായിക്കുന്നത്. ആരെങ്കിലും അക്കാര്യം നിഷേധിക്കുകയും മതം അക്കാര്യം അംഗീകരിക്കുന്നില്ലെന്ന് വാദിക്കുകയുമാണെങ്കിൽ അവർ ഇസ്ലാമിന് മേൽ കളവ് കെട്ടിച്ചമയ്ക്കുകയാണ്. മതപ്രമാണങ്ങളിൽ എവിടെയും ജിന്നും ബാധയെ നിഷേധിക്കുന്ന ഒരു തെളിവുമില്ല. മജ്മുഉൽ ഫതാവയിൽ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ വായിച്ചത്. ഓക്കെ, ഇനി ജിന്നുബാധയെ സപ്പോർട്ട് ചെയ്യുന്ന അതായിട്ട് എപ്പോഴും ഉദ്ധരിക്കപ്പെടുന്ന, പണ്ഡിതന്മാരുടെ ഇടയിൽ ഉദ്ധരിക്കപ്പെടുന്ന ഒരായത്താണ് സൂറത്തുൽ ബഖറയിലെ 275 ആയത്ത്. അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ തിന്നുന്നവൻ പിശാച് ബാധ നിമിത്തം മറിഞ്ഞു വീഴുന്നവന് എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ എഴുന്നേൽക്കുകയില്ല. ഓക്കെ, അപ്പം പിശാച് ബാധയുണ്ടെന്നും ബാധയുള്ളവനെ പിശാച് മറിച്ചു വീഴ്ത്തുമെന്നും ഈ ആയത്തിന്റെ തഫ്സീറിൽ മിക്ക മുഫസ്സിറുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ആയത്തുൽ മസ് എന്ന പേരിൽ മുഫസ്സിറുകളുടെ ഇടയിലും മുഹദ്ദിസുകളുടെ ഇടയിലും അറിയപ്പെടുന്ന ഒരു ആയത്താണ്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഒരു ആയത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നത്, പിശാച് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയോ പിശാചിൽ നിന്ന് ബാധയുണ്ടാവുകയോ ഇല്ലെന്ന് ജൽപ്പിക്കുകയും പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള മറിച്ചു വീഴ്ത്തലിനെ നിഷേധിക്കുകയും അത് പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിൽ പെട്ടെന്നാണെന്ന് വാദിക്കുകയും ചെയ്യുന്നവരുടെ നിഷേധ നിലപാട് തെറ്റാണെന്ന് ഈ ആയത്തിൽ തെളിവുണ്ട്.
ഇമാം ഖുർത്തുബി മാത്രമല്ല, ഇതുപോലെ ഒരുപാട് മുഫസ്സിരീങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തഫ്സീർ തബരിയിലുണ്ട്, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിലുണ്ട്, ഇമാം ഷൗക്കാനി, ഇമാം റാസി, ഇമാം ആലൂസി, അതുപോലെയുള്ള ഒരുപാട് മുഫസ്സിരീങ്ങൾ ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ ഇതിനെ ജിന്നബാധയുടെ തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഹ്ലു സുന്നയിൽ നിന്ന് പുറത്തുപോയ മുഅ്തസില, റാഫിദി, ഖാദിരിയ ഇതുപോലുള്ള വിഭാഗക്കാരാണ് ഇതിനെ നിഷേധിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു തെളിവ് മൂലം സ്ഥാപിച്ചിട്ടുള്ള കാര്യങ്ങളെ നിഷേധിക്കുന്നവരിൽ പെടുന്നതിനെ കൊണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ചില വിഭാഗക്കാര് ഈ ഒരു തഫ്സീറിന്റെ വിശദീകരണത്തിൽ അവരെന്ത് പറഞ്ഞിട്ടാണ് ഇതിനെ നിഷേധിക്കാൻ ശ്രമിക്കുന്നത് വെച്ചാൽ, അറബികളുടെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു അന്ധവിശ്വാസത്തെ ഖുർആൻ ഉപമയാക്കി പറയുകയാണ് ഇവിടെ എന്നാണ് അവർ പറയുന്നത്. അതായത് ഈ പിശാച് മറച്ചിടും എന്ന് പറയുന്നത് അറബികളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു അന്ധവിശ്വാസം മാത്രമാണ്. അപ്പം അതിനെ ഒരു ഉപമയാക്കി എടുക്കുകയാണ് ചെയ്തതെന്നാണ് ഈ ആയത്തിനെ ഇങ്ങനെയല്ല എന്ന് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നവർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഒരു എക്സ്പ്ലനേഷൻ അവർക്ക് കിട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞ മുഅ്തസില വിഭാഗത്തിന്റെ നേതാക്കന്മാരിൽപ്പെട്ട സമഖ്ശരി എന്ന് പറയുന്ന ഒരു നേതാവിൽ നിന്ന് ആണ്. ഓക്കെ, പക്ഷേ അഹ്ലു സുന്നയുടെ എല്ലാ മുഫസ്സിരീങ്ങളും സുബ്ഹാനല്ലാഹ് ഇത് പിശാച് ബാധയുടെ തെളിവായിട്ട് അംഗീകരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നാളെ ഈ ഒരു ആയത്ത് ശരിക്കും പറയുന്നത് പലിശ തിന്നുന്നവൻ നാളെ പരലോകത്ത് അനുഭവിക്കാനിരിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ് അല്ലെ. അത് ആർക്കും മനസ്സിലാകാത്ത അറബികളുടെ ഒരു അന്ധവിശ്വാസത്തെ വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവതരിപ്പിക്കുകയാണെന്ന് പറയുന്നത് സ്വീകാര്യമായിട്ടുള്ള ഒരു നിലപാടേ അല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു അഅലം. അപ്പം ഇത്രയാണ് ജിന്ന് ബാധയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞതൊക്കെ എക്സ്ട്രാ ആണ്, നമ്മുടെ സിലബസിലുള്ള കാര്യമൊന്നും അല്ല. സംശയങ്ങളുള്ളവര്, ഓൾറെഡി സംശയങ്ങൾ ഉന്നയിച്ചവരും ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അള്ളാഹു അഅലം. നമുക്ക് കിട്ടിയ തെളിവുകൾ പണ്ഡിതന്മാരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തത്. അള്ളാഹു ഹക്കായും ബാത്തിലായിട്ടും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. കൂടുതൽ തെളിവുകളും ഇതിനെതിരെയുള്ള പ്രൊട്ടക്ഷനും ജിന്ന് ബാധ ഒഴിപ്പിക്കലും അതുമായിട്ട് ബന്ധപ്പെട്ട ഇസ്ലാമിക വശങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മൊഡ്യൂളിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹു തന്നിട്ടുള്ള അയ്ബായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൽമ് അതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. അതിനുള്ള ഹൃദയ വിശാലതയും അതിനുള്ള മനസ്സിന് ശക്തിയും അള്ളാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. اللهم إني أعوذ بك أن أشرك بك وأنا أعلم واستغفرك لما لا أعلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.